ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഭാഗവതോപദേശം ഭാഗവതത്തിൽ നിറയെ നമുക്ക് കേൾക്കാം. തേനേ ബ്രഹ്മഹൃദായ ആദികവയേ. ആദ്യത്തെ ഭാഗവതോപദേശം തൻ്റെ സ്വന്തം പുത്രനായ അജൻ്റെ പുത്രൻ ആയ അജന്, അതാണ് ബ്രഹ്മാവ്. അജൻ എന്ന ഭഗവാന്റെ പേര് നേടാൻ കഴിഞ്ഞിട്ടുള്ള ബ്രഹ്മാവ്. ആ ബ്രഹ്മാവിന് ഭഗവാൻ ഉപദേശിച്ചു. അത് ദ്വിതീയ സ്കന്ധം 9-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. ഭാഗവതം ആരംഭിക്കുമ്പോൾ തന്നെ അത് ഓർമ്മിപ്പിച്ചു. ഭാഗവതം മുഴുവനും ഭഗവാന്റെ വാങ്മയരൂപമാണ് എന്ന്. ഭഗവാന്റെ ഉപദേശം അല്ലാണ്ട് ഒന്നുമില്ല. ഭഗവതഃ ഇദം ഭാഗവതം. ഭഗവാനിൽ നിന്നുണ്ടായി ഭഗവാനിൽ തന്നെ എന്നും നിലനിന്ന് ഭഗവാനിൽ തന്നെ വിലയം പ്രാപിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഭാഗവതം. അത് അജൻ ആയ ഭഗവാൻ അജൻ തന്നെയായ ബ്രഹ്മാവിന് കൊടുത്തു. അതിനുശേഷം ബ്രഹ്മാവ് അത് തന്നിൽ വളർന്നു വലുതാവണത് ആ ശബ്ദതരംഗങ്ങളുടെ പൂർണ്ണത സ്വയം ബോധ്യമായ സമയത്ത് അച്ഛനെ അടിമുടി വീക്ഷിച്ചുകൊണ്ട് കൗതുകത്തോടെ ബ്രഹ്മപുത്രനായ നാരദൻ അച്ഛൻ്റെ മടി കയറിയിരുന്ന് സസന്തോഷം ചോദിച്ചു, അച്ഛൻ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? അത് ഉണ്ണിക്കും പറഞ്ഞു തരണം. ദേവദേവ നമസ്തേസ്തു ഭൂതഭാവന പൂർവജ തദ്വിജാനീഹി യജ്ഞാനം. ആത്മതത്വത്തെ ബോധിപ്പിക്കുന്ന എന്തോ ഒരു ദിവ്യമന്ത്രമാണ് അച്ഛങ്ങനെ എപ്പോഴും ജനിച്ചുകൊണ്ടിരിക്കണതെന്ന് എനിക്ക് മനസ്സിലാവണുണ്ട്. പോരെങ്കിൽ എനിക്ക് ഭഗവാൻ തന്നെ തന്ന ഈ വീണയിൽ അതങ്ങനെ സംക്രമിക്കുന്നുണ്ട്. അച്ഛൻ മിണ്ടാത്ത സമയത്തും ഞാൻ വീണ മീട്ടാൻ ശ്രമിക്കുന്ന സമയത്തും ഇതേ ശബ്ദതരംഗങ്ങൾ എൻ്റെ ചെവിയിലേക്ക് വരുന്നു. അത് കാരണം എനിക്ക് എപ്പോഴും നാമാന്യനന്ദസ്യ ഹതത്രവ പഠൻ ഗുഹ്യാനി ഭദ്രാണി കൃതാനി ച സ്മരൻ ഗാം പര്യടൻ. എനിക്ക് എപ്പോഴും സന്തോഷാച്ഛ തുഷ്ടമനാഹ ഗതസ്പൃഹ കാലം പ്രതീക്ഷൻ. വേറൊന്നും വേണ്ട. ഭഗവാന്റെ ഈ ശബ്ദതരംഗങ്ങൾ ഇതിൽ നിന്നുണ്ടാവണത് വീണയിൽ നിന്ന് ഭഗവാൻ തന്നെ എനിക്ക് പണ്ടൊരിക്കെ പൂർവജന്മത്തിലെന്നോ ഒരിക്കെ ശൂദ്രപുത്രനായിരുന്ന ദാസീപുത്രനായിരുന്ന എനിക്ക് സജ്ജന സംസർഗം കൊണ്ട് കിട്ടിയ ഭഗവത് സ്മരണ അതെന്നും നിലനിൽക്കത്തക്കവണ്ണം ഭഗവാൻ ഒന്ന് അനുഗ്രഹിച്ച് കെട്ടിപ്പിടിച്ച് വീണ തന്നു. അതിലേക്ക് സംക്രമിക്കുന്നുണ്ട്. അത് ഞാൻ കേട്ടും പാടിയും നടക്കണു. ശിവരാമ ഗോവിന്ദ നാരായണ മഹാദേവ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ മഹാദേവ നാരായണ ഗോവിന്ദ രാമ ശിവ. സരിഗമപധനിസ സനിതപ്പമകരിസ എന്ന് സംഗീതജ്ഞന്മാർ പറയണത് പോലെ, പഠിപ്പിക്കുമ്പോൾ ആദ്യം പറയണത് പോലെ നാരദൻ്റെ വീണ ഇത് പാടിക്കൊണ്ട് നടക്കണു. നാരദൻ അതിൽ ലയിച്ചു കൊണ്ടിരിക്കണു. അത് അച്ഛൻ്റെ ഉപദേശത്തിൽ കൂടെ പൂർണ്ണമാവണം. ദേവദേവ നമസ്തേസ്തു ഭൂതഭാവന പൂർവജ തദ്വിജാഹി യജ്ഞാനം ആത്മതത്വവിമർശനം യദ്രൂപം യദധിഷ്ഠാനം യഥസൃഷ്ടമിതം പ്രഭോ തത്സർവം. അതൊക്കെ എനിക്ക് അച്ഛൻ പറഞ്ഞു തരണേ. അത്ഭുതമായി നാരദന്. എൻ്റെ ഉണ്ണി എന്നും പറഞ്ഞ് ബ്രഹ്മാവിന് അത്ഭുതമായി. ഉണ്ണിയെ മടിയിൽ വെച്ച് ഭാഗവതോപദേശം ചെയ്തു. അപ്പം ബ്രഹ്മാവ് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ സ്വയം ഭഗവാനായിരുന്നു. അപ്പോൾ ഭാഗവതം ഉപദേശിച്ചപ്പോൾ ഉണ്ണിയും സ്വയം ഭഗവാനായിരുന്ന ഭാഗവതം കേട്ടു. ഇപ്പോൾ ഭഗവാൻ ബ്രഹ്മാവ് എന്നുള്ള ബന്ധം, ബ്രഹ്മാവ് നാരദൻ എന്നുള്ള ബന്ധം, രണ്ടിടത്തും ഭാഗവതം പറയണു ഭഗവാന്റെ നാമങ്ങൾ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ആത്മതത്വവിമർശനം. ഭഗവാന്റെ ഉപദേശങ്ങൾ ആരിൽ നിന്ന് എവിടുന്ന് കേട്ടാലും
ആര് പറഞ്ഞാലും അത് ആത്മതത്വ വിമർശനമാണ് എന്ന് മറക്കരുത്. നമ്മളത് എപ്പോഴേ മറക്കും. ഈ കഥകളൊക്കെ അവനവനെപ്പറ്റി പൂർണ്ണബോധം, ശരിയായ ബോധം ഉണ്ടാവാനുള്ളതാണ്. ബ്രഹ്മതത്വം എന്ന് പറയും, അല്ല, അത് ആത്മതത്വമാണ്. നാരായണതത്വം അത് ആത്മതത്വമാണ്. സാക്ഷാൽ ഭഗവാൻ ഗീതയിൽ അർജുനന് ഉപദേശിച്ചത് അർജുനന് ബോധ്യപ്പെട്ടു ആത്മതത്വ വിമർശനം ആണ് എന്ന്. ആ ബോധ്യപ്പെടൽ ഇടയ്ക്ക് കുറയുമ്പോൾ ഭഗവാൻ കൃഷ്ണഗീതയി സദുക്തിഭി ഭാഗവത്തിൽ പറയുന്നുണ്ട്. അർജുനൻ തന്നെ ഓർമ്മിക്കുന്നുണ്ട്. ഭഗവാൻ അന്ന് പറഞ്ഞു തന്ന ആ ഗീതോപദേശം ഇടയ്ക്ക് ഓർമ്മിക്കും. അപ്പോൾ ആത്മതത്വ വിമർശനം, തനിക്കുണ്ടാകുന്ന പോരായ്മകളെയൊക്കെ ഒന്ന് കൊട്ടഞ്ഞ് കളഞ്ഞ്, നമ്മൾ ഒരു ഭാഷ പറയില്ല, ഒന്നുകൂടി ഫ്രഷാവാൻ അത് ഉപകരിക്കും. ആത്മതത്വ വിമർശനത്തിന് പറ്റിയ മറ്റൊരു വഴി ഇല്ല. ഭാഗവതം ഇതം ഭാഗവതം. അത് നാരദന് ബോധ്യപ്പെട്ടപ്പോൾ ഇതൊന്ന് തന്നേക്കാളധികം പ്രചരിപ്പിക്കുന്ന ആളെ കണ്ടെത്തി അങ്ങടെ ഏൽപ്പിക്കണമല്ലോ. അപ്പം നാരദന് ഓർമ്മ വന്നു, എന്ത്, താൻ പണ്ട് ഏതോ ഒരു കാട്ടാളന് നേരെയാവാൻ, എങ്ങനെയെങ്കിലും നേരെയാവട്ടെ എന്ന് പറഞ്ഞ് രാമ എന്ന 2 അക്ഷരം സജ്ജന സമേതം പറഞ്ഞു കൊടുക്കുകയുണ്ടായി. സജ്ജനങ്ങളോട് കൂടെ ചെന്ന് ആ ആള് കാട്ടാളൻ അങ്ങോട്ട് വലുതായി. എത്ര വലുതായി എന്ന് ചോദിച്ചാൽ രാമായണം എഴുതിയ സാക്ഷാൽ വാൽമീകിയായി മാറി. വാൽമീകിയുടെ തപസ്, വാൽമീകത്തിൻ്റെ ഉള്ളിലിരുന്ന് ഉണ്ടായത് എന്തായിരുന്നു? ആത്മതത്വ വിമർശനമായ വെറും 2 അക്ഷരേ അവർ ഒന്നും അറിയാത്ത തനിക്ക് പറഞ്ഞു തന്നുള്ളൂ. പക്ഷേ ആ കാട്ടാളൻ, ആ നിഷാദൻ എന്തോ ആയി, അല്ലെങ്കിൽ ആരോ ആയി, എത്രയോ ഉയർന്നു. അപ്പം നാരദാദികൾ, സജ്ജനങ്ങൾ, സപ്തഋഷികൾ, സനകാദികൾ, ആരോ ആവട്ടെ, വന്ന വ്യക്തിക്കുള്ളതിനേക്കാൾ പ്രാധാന്യം അത് കേട്ട വ്യക്തിക്കാണ്. ഒരു പ്രയോഗം അവർ ചെയ്തു. നീ വരണവരെയൊക്കെ തടുത്തു നിർത്തി ഇങ്ങനെ ഉപദ്രവിച്ച്, കാട്ടാളത്വം കാണിച്ച്, ശല്യം ചെയ്ത്, പിടിച്ചു പറിച്ച്, എന്തിനാ അങ്ങനെ? എനിക്കെൻ്റെ വീടും കുടുംബവും പോറ്റാൻ ഇതല്ലാണ്ട് വേറെ വഴി അറിയില്ല. അപ്പോൾ നീ ഈ ചെയ്യുന്നത് പാപാണെന്ന് അറിയില്ല. ശരി, നിൻ്റെ കുടുംബത്തിനോടൊന്ന് പോയി ചോദിച്ചു വാ, നീ ചെയ്യണ ഈ നീച പ്രവൃത്തി, കാട്ടാളത്വം കലർന്ന പ്രവൃത്തി, അന്യരെ ആക്രമിച്ച് തൻ്റെ കാര്യം നേടുക എന്നുള്ളത്, അതുകൊണ്ട് പാപമുണ്ട്, അത് നിൻ്റെ പത്നിയും ഒക്കെ അനുഭവിക്കുമോ, ഫാമിലി കുടുംബം അനുഭവിക്കുമോ എന്നൊന്ന് ചോദിച്ചു വാ. ഞാൻ ഇപ്പോൾ ചോദിച്ചു വരാം. അവനത്രേ ഉള്ളൂ പാവം. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ കഥ. രത്നാകരൻ എന്ന ആ കാട്ടാളൻ ചോദിച്ചപ്പോൾ മറുപടി കിട്ടിയല്ലോ. എന്താ എല്ലാവരുടെയും നാവും തുമ്പത്തുണ്ട്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ എന്ന് അദ്ദേഹത്തിൻ്റെ അന്തഃപുരത്തിൽ നിന്ന് ഒരു ശബ്ദം. ഭാര്യ പറഞ്ഞതല്ലേ? അതെ, ആത്മതത്വ വിമർശനം. അവനവൻ്റെ പോരായ്മകൾ അവനവൻ തന്നെ കണ്ടുപിടിച്ച് തിരുത്തുക എന്നല്ലാതെ വേറെ ആരും ഭാര്യയോ മക്കളോ അച്ഛനോ അമ്മയോ ഒന്നും തന്നെ അതിന് വഴിവെച്ചു എന്ന് വരില്ല. താൻ നിരന്തരം ചെയ്തോരോ കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ എന്ന് ആ കാട്ടാളൻ്റെ ഭാര്യ, കാട്ടാളത്തി പെണ്ണ് അല്ലെങ്കിൽ അമ്മ, ആരാ കുടുംബത്തിലുള്ളവരെ അറിയിച്ചപ്പോൾ ആത്മതത്വം തന്നെ വിമർശിക്കേണ്ടതായിട്ട് വന്നു. അദ്ദേഹം വന്ന് കാക്കൽ വീണു. പിന്നെ നമുക്കറിയാലോ, ഇവനിപ്പോൾ എന്താ പറഞ്ഞു കൊടുക്കുക? മന്ത്രം. മഹർഷിമാർ ആലോചിച്ച് പറഞ്ഞു, ഒരു മന്ത്രോപദേശം തരാം. അയ്യോ, അടിയന് മന്ത്രോപദേശമൊന്നും അറിയില്ല. എന്തായാലും നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഭാര്യയോട് ചെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഞാൻ ചെയ്യണ പാപത്തിൻ്റെ ഫലം ഞാൻ തന്നെ അനുഭവിക്കണമെന്ന്. സാരല്ല,
നിനക്ക് എളുപ്പ വഴിയുണ്ട് നീ ചെയ്ത പാപത്തിൽ നിന്ന് മോചനം നേടാൻ. മന്ത്രം തരാം. മന്ത്രം അടിയാൻ അറിയില്ല എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അവരുപയോഗിച്ചൊരു വഴി നോക്കൂ. ആത്മതത്വ വിമർശനത്തിന് ഇതിലധികം എളുപ്പമാണോ അവരുപദേശിച്ചത്? എന്താ അത്? അതോ നീ കാട്ടുകൂടെ നടക്കുമ്പോൾ എന്തൊക്കെയാ പറയാറ്? ഒന്ന് ആലോചിക്കുക. വനേ ചരാമ, മധുചാഹരാമ, പിന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന വനേചരാമോ മധുചാഹരാമ, കാട്ടാളത്തം കൊണ്ട് നദീം തരാമ ന ഭയം സ്മരാമ ഇതീരയന്തോ വിപിനെ കിരാതാ മുക്തിംഗതാഹ രാമ പദാനുഷങ്കാൽ. നമുക്ക് കാട്ടുകൂടെ നടക്കാം, പുഴ കടക്കാം, പേടിക്കണ്ടെന്നേ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ നിങ്ങളറിയാതെ കാട്ടാളന്മാർ പരസ്പരം പറയുകയാണെങ്കിലും അറിയാതെ ഞങ്ങൾ പറയുന്ന മന്ത്രം ആവർത്തിക്കുന്നുണ്ട്. ഒരു മന്ത്രം എത്ര തവണയാണ് ആവർത്തിക്കണത് നിങ്ങൾ? അടിയോ മന്ത്രമൊന്നും ആവർത്തിക്കാറില്ല. ഞങ്ങൾ പറയട്ടെ, വനേ ചരാമ എന്ന് പറയാറില്ലേ, കാട്ടുകൂടെ നടക്കാമെന്ന്. അതിലൊരു ഞങ്ങൾ പറഞ്ഞ മന്ത്രത്തിൻ്റെ 2 അക്ഷരമുണ്ട്. മധുചാഹരാമ, തേൻ ശേഖരിക്കാം എന്ന് പറയുമ്പോൾ, നദിയും തരാമ, പുഴ കടക്കാം എന്ന് പറയുമ്പോൾ, നഭയം സ്മരാമ, നമുക്കെന്തിനു പേടിക്കണം ഇത്രയും ഒരുമിച്ച് പോകുമ്പോൾ എന്ന് പറയുമ്പോഴൊക്കെ നീ അറിയാതെ ഞങ്ങൾ നിനക്ക് ഉപദേശിക്കുന്ന ആ മന്ത്രം നീ എത്രയോ തവണ ഉരുക്കഴിച്ചിരിക്കണു. എത്ര തവണയായിട്ട് പറഞ്ഞതെന്ന് ആരെങ്കിലും എണ്ണാറുണ്ടോ? പുഴ കടക്കാം, മധുശേഖരിക്കാം, പേടിക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ നീ നിത്യേന ഞങ്ങൾ പറഞ്ഞു തരുന്ന മന്ത്രം, പറയാൻ പോകുന്ന മന്ത്രം ജപിക്കുന്നവനാണ്. രാമ 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 4-5 പ്രാവശ്യമെങ്കിലും ആയില്ലേ? ഇത് എത്ര തവണ പറയാറുണ്ട്? എണ്ണിയാ തീരാത്തത്ര നാമകോടികൾ നീ ജപിച്ചു കഴിഞ്ഞിരിക്കണു. അതാണ് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. ആത്മതത്വ വിമർശനം. ആലോചിച്ച് നോക്കൂ ആ കാട്ടാളന് വന്ന മാറ്റം. താൻ നാമം ജപിക്കുന്ന, ദിവ്യമന്ത്രം ജപിക്കുന്ന ഒരാളാണെന്ന് ഈ താടിക്കാർ മഹർഷിമാർ പറയണു. അയ്യോ, എന്നാ എനിക്കത് വേണം, നിങ്ങൾ ഉപദേശിക്കണം. താമസമുണ്ടായില്ല. നാരദാദികൾ അല്ലെങ്കിൽ സപ്തഋഷികൾ ആരോ ആവട്ടെ, XY എന്ന് നമുക്കൊരു പ്രയോഗമുണ്ട്. ആ സജ്ജന ശിരോമണികൾ പറഞ്ഞു കൊടുത്തു എന്ത്? രാമമന്ത്രത്തിൻ്റെ മാഹാത്മ്യം. അത് ജപിച്ച് ആ വെറും കാട്ടാളൻ നിഷാദൻ ഒരിക്കലും ഇരുന്നു, തപസ് അനുഷ്ഠിച്ചു. അപ്പം എന്തായി? വാൽമീകിയായിട്ട് പുറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നു. അപ്പോൾ ആത്മതത്വ വിമർശനം കൊണ്ട് അവനവനുണ്ടാകുന്ന നേട്ടം അവനവൻ തന്നെ കാണുന്നു. വാൽമീകി മഹർഷി, വാൽമീകി മഹർഷി, വാൽമീകി മഹർഷി. നാരദൻ ചെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു, തമസാ നദീതീരത്ത് വെച്ച് അങ്ങയുടെ ഉള്ളിൽ രാമൻ്റെ കഥകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇതേ വളരെ കാലം ജന്തുക്കളെയൊക്കെ കൊന്നു തിന്ന് യാതൊരു കൂസലും കൂടാതെ നടന്നിരുന്ന അന്ന് അങ്ങ് രാമപദാനുസ്മരണത്തോടെ രാമശബ്ദം, രാമമന്ത്രം ജപിച്ച് അങ്ങ് ആരോ ആയി മാറി, വലിയ ദിവ്യനായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇനി അങ്ങക്ക് ഒന്നും നേടാനില്ല. പക്ഷേ രാമായണം എഴുതാനുള്ള അർഹത കിട്ടിക്കഴിഞ്ഞു. എഴുതൂ. പുരുഷശ്രേഷ്ഠനാരെന്നായും വാൽമീകിയോടരുളി ചെയ്താൻ രാമൻ താൻ എന്നാൻ മഹാമുനി. ബ്രഹ്മാവ് പറഞ്ഞ് നാരദൻ വന്ന് ഈ പുറ്റിൻ്റെ ഉള്ളിലെ, വാൽമീകത്തിൻ്റെ ഉള്ളിലെ മഹർഷി ശ്രേഷ്ഠനെ, വാൽമീകിയെ രാമായണം എഴുതാൻ പ്രേരിപ്പിച്ചു എന്ന ദിവ്യകഥയിൽ അദ്ദേഹം, വാൽമീകി, രാമൻ തൻ്റെ ഹൃദയത്തിൽ കൂടെയാണ് ദണ്ഡകാരണ്യത്തിൽ കൂടെ എന്ന മട്ടിൽ അടിവെച്ച് നീങ്ങിക്കൊണ്ടിരുന്നത് എന്ന് സ്വയം കണ്ടെത്തി. അവൻ്റെ രാമൻ്റെ കഥ എവിടെയോ പോയിട്ടൊരു പുസ്തകം നോക്കി വായിച്ച് മനസ്സിലാക്കണ്ട. തൻ്റെ ജീവിതത്തിൽ ഭഗവതം പറയണില്ലേ, സംസാരക്കാടിൻ്റെ കേമത്വം, സംസാരക്കാട്ടിലേക്ക് അടിവെച്ച് രാമൻ, ശ്രീരാമൻ
ദശരഥപുത്രൻ എന്ന പേരിൽ വന്ന് അടിവെച്ച് നീങ്ങുന്നുണ്ട്. സംഘർഷമൂർത്തിയായ ലക്ഷ്മണനോടുകൂടെ അമ്പും വില്ലും ധരിച്ച് മെതിയടിയായിട്ടാണ് പുറപ്പെട്ടത്. മെതിയടി അനിയം കൊണ്ടുപോയിപ്പോൾ വേണ്ട, തൻ്റെ സ്വന്തം പാദം ഈ ദണ്ഡകാരണ്യത്തിൽ കൂടെ വയ്ക്കാനുള്ളതാണ് എന്ന് ഈയുള്ളവൻ്റെ രാമൻ ഓർമ്മിപ്പിക്കുന്നു അടിയനെ. ഹൃദയപഥത്തിലൂടെ മാർഗണം ചെയ്യുക എന്ന മട്ടിൽ മാർഗണങ്ങളുമായിട്ട് അമ്പും വില്ലും ഒക്കെ എടുത്ത് തൻ്റെ മുകളിൽ കൂടെ പദം വെച്ച് അടിവെച്ച് രാമൻ വരുന്നത് അദ്ദേഹം കണ്ടു. രാമകഥ എഴുതി. എത്ര കാലമായിട്ടുണ്ടാവും? കാലക്കണക്കില്ല. ഇന്നും നമ്മളത് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ത്രേതായുഗത്തിലെ രാമൻ്റെ കഥ പാടാത്ത ഗൃഹങ്ങളില്ല. കർക്കിടക മാസം നമ്മൾ അതിനായിട്ട് വിനിയോഗിച്ചിട്ട് തന്നെയുണ്ട്. അപ്പോൾ കർക്കിടങ്ങൾ നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുമോ എന്ന് പേടിയാ? ഇല്ല, ഒരു കർക്കിടബാധയില്ല. മറിച്ച് രാമപദം നമ്മുടെ ഹൃദയത്തിൽ കൂടെ ജീവിതക്കാട്ടിലൂടെ ഇതാ പോണു. എങ്ങടാ ഈ രാമപദം പോണത്? എവിടെയോ ഒരു ഭീകരനായ 20 തലയും 10 കൈയുള്ള ഒരു ശക്തി ലോകത്തെ മുഴുവനും, ഇല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ മുഴുവനും ഉപദ്രവിക്കാൻ തയ്യാറാണ്, നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ മാനസികമായ ദൗർബല്യം ഉണ്ടാക്കാൻ നിങ്ങളുടെ സീതയെ, രാമനെ ആശ്രയിച്ചു നിൽക്കുന്ന സീതയെ തട്ടിപ്പറിക്കാൻ കാത്തു നിൽക്കുന്നുണ്ട്. ശ്രദ്ധിച്ചോളൂ. ബദ്ധോദധൗ രഘുപതിർവിവിധദ്രികൂടൈസേതും കപീന്ദ്രകരകമ്പിതഭൂരുഹാംഗൈ. രാമന അനായാസം സമുദ്രം തരണം ചെയ്ത് ലങ്കയിലുള്ള തൻ്റെ ഹൃദയഹാരിണിയായിരുന്ന സീതയെ രാവണനെ കൊന്ന് വീണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. രാമസ്തമാഹ പുരുഷാദപുരീഷ എന്ന കാന്ത അസമക്ഷമസദാപഹൃത ശോഭത്തെ മായെപ്പോലെ വന്ന് കട്ടുകൊണ്ടുപോയിരിക്കണു. നീയെ എൻ്റെ പത്നിയെ അല്ലേ? ത്യക്തത്രപസ്യ ഫലമധ്യ ജുഗുപ്സിതസ്യ യച്ഛാമി. നിന്നെ കൊന്ന് ഞാൻ എൻ്റെ പത്നിയെ വീണ്ടെടുക്കുന്നത് കണ്ടോ? ഇതുപോലെ നമ്മുടെ രാമനെ തന്നെ ആശ്രയിച്ച് നിൽക്കുന്ന സീതാഭാഗത്തെ തട്ടിപ്പറിച്ചു കൊണ്ടുവന്ന രാക്ഷസന്മാർ ഇവിടെ എല്ലാ ദിക്കിലും നോക്കിയാൽ കാണാം. ഒരു രാവണനല്ല, ഇന്ന് 10 തലയുള്ള 100 രാവണന്മാരുണ്ട്. അവരെ എറ്റിക്കളയാൻ നമ്മുടെ നാട്ടിലെ ചില കൊച്ചു ബ്രഹ്മചാരികൾ ശ്രമിച്ചാൽ അനായാസം സാധിക്കും. ഗുരുവായൂരപ്പൻ അത് കാണിച്ചില്ലേ? ചിങ്ങമാസത്തിലെ മഹാബലിയുടെ കഥ നമ്മൾ പറയുമ്പോൾ ഓണക്കഥ, ഓണപ്പൂട ഇതല്ലേ പറയാറുള്ളൂ. പോരാ, വാമനാവതാരം എന്നാണ് നമ്മൾ സ്മരിക്കാറുള്ളത്. എന്താ അത്? ആ വാമനൻ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അടിവെച്ച് ചെന്ന് ഇവിടെ ആക്രമിക്കാൻ വരുന്ന രാവണന്മാരെ മുഴുവനും തള്ളവിരലിൻ്റെ അറ്റം കൊണ്ടേറ്റി തെറിപ്പിക്കണം. അതും ഭാഗവതം നമുക്ക് കാണിച്ച ഏനാങ്കുഷ്ഠേനാന്നൊരു ശബ്ദം ശീശുഖം പ്രയോഗിച്ചിട്ടുണ്ട് അവിടെ. എന്താ ഇഷ്ഠേ? രാവണൻ്റെ തലയിൽ വാമനമൂർത്തിയുടെ അങ്കുഷ്ഠം, അവിടുത്തെ കുഞ്ഞിക്കാലിൻ്റെ തള്ളവിരലിൻ്റെ ഒരറ്റം എറ്റിയോ എന്നൊരു സംശയം. അതിൻ്റെ ശബ്ദം കേട്ടോ ഠേ എന്ന്. എന്നിട്ടോ ദശകന്ധരോ യോജനായുധായുധായുധായുധായുധായുധം ഉച്ചാടിത. പാതാള സുതലം എന്ന സ്ഥലത്ത് ഭഗവാനെ സേവിച്ചു കൊണ്ടിരിക്കുന്ന മഹാബലിയെ വെല്ലാണ്ടെന്നും പറഞ്ഞ് രാവണൻ്റെ ദിഗ്വിജയത്തിൽ വന്നപ്പോൾ അവിടുത്തെ കാവക്കാരൻ പറയേ, ദിഗ്വിജയമൊക്കെ വരട്ടെ, ആദ്യം കാവക്കാരനായ എന്നെ ജയിക്കൂ, എന്നിട്ടാലായക്കാം. ഗൂർഖാസ്, പഠിക്ക കാവൽ നിൽക്കണ ഗൂർഖാസ് VIP ആയി ലോകം ജയിക്കാൻ വരണ എന്നെ തടുക്ക്. ഒരു കടക്കൽ ഞാൻ കടക്കുന്നുള്ള പറയാൻ കടന്നപ്പോഴാണ് ഈ എറ്റിയതും. ആകാശമാർഗേണ ഉരുണ്ട് ഫുട്ബോൾ തട്ടുന്നുണ്ടേ കുട്ടികൾ. അപ്പോൾ ഉരുണ്ട് പോകണിട്ട് എവിടെ ചെന്ന് വീഴും? രാവണൻ കൃത്യം ലങ്കയിൽ അശോകവനിക തന്നെ ചെന്ന് വീണു. ഉച്ചാടനം ചെയ്തു. അപ്പം രാവണാദികളെ ഉച്ചാടനം ചെയ്ത് നമ്മുടെ പന്ഥാവ് ശരിക്കും രാമമാർഗം ആക്കാൻ,
രാവണാദികളെ ഉച്ചാടനം ചെയ്യാൻ ഭഗവാന്റെ തയ്യാറെടുപ്പുണ്ട്. അപ്പം പദാനുഷങ്കാൽ, രാമപദാനുഷങ്കാൽ, ഇല്ലെങ്കിൽ വാമന മൂർത്തിയുടെ പദാനുഷങ്കാൽ, അതൊക്കെ കഥകളിൽ കൂടെ നമുക്ക് കാണാം. അപ്പോൾ ആ രാവണന്മാരെ ഉച്ചാടനം ചെയ്യുന്ന ശക്തി അതും നമ്മുടെ ഉള്ളിലുണ്ട്. ഭാഗവതത്തിലെ പദങ്ങളിൽ അതൊക്കെ കാണാം, അധ്യായങ്ങളിൽ. ഇങ്ങനെ ഭഗവാന്റെയും സജ്ജനങ്ങളുടെയും ഉപദേശങ്ങൾ കൊണ്ട് നിറഞ്ഞ ഭാഗവതം കപിലോപദേശം കഴിഞ്ഞ് പിന്നെ ഉപദേശങ്ങൾക്ക് കുറച്ച് താമസമുണ്ട്. ശിശുകൻ്റെ ഉപദേശം തന്നെ തുടർന്നു. ദശമസ്കന്ധം നിരോധം എന്നത് പൂർണ്ണമായപ്പോൾ ഇനി മുക്തിയുടെ ഘട്ടമായി. നിരോധോ മുക്തിരാശ്രയ ദശമം ദ്വാദശം ഏകാദശം ദ്വാദശം. അപ്പോൾ ആ മുക്തിസ്വരൂപമായ ഏകാദശത്തിൽ മനോനിരോധം കഴിഞ്ഞ ഭക്തന്മാർക്കുള്ള ഉപദേശം മാത്രം. അമൃതമഥനം കഴിഞ്ഞിട്ട് മോഹിനി അമൃത കലശം എടുത്ത് നടക്കുമ്പോൾ എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചവർക്കൊക്കെ കൊടുക്കാതെ ദേവന്മാർക്ക് കൊടുത്തു. അസുരന്മാരുടെ കയ്യിൽ നിന്ന് ഭഗവാൻ തന്നെ മധുരമനോഹര പുഞ്ചിരി കൊണ്ട് തട്ടിപ്പറിച്ചെടുത്തു എന്ന് പറയാറുണ്ട്. ഇതുപോലെ ദിവ്യമായ ഉപദേശങ്ങൾ മുഴുവനും ഗീതയിൽ അർജുനന് വേണ്ടി ഉപദേശിച്ചതും അതുപോലെ കപിലൻ അമ്മയ്ക്ക് വേണ്ടി ഉപദേശിച്ചതും എവിടെയൊക്കെ ആരൊക്കെ ഉപദേശിച്ചിട്ടുണ്ടോ അതൊക്കെയും ഏകാദശത്തിൽ ചേർത്തിരിക്കുന്നു. അതിന് നവമസ്കന്ധത്തിലെ ഒടുവിലത്തെ ശ്ലോകം സാക്ഷിയാണ്. പ്രോച്യോദ്ധവായ ച പരം സമകാൽ സ്വധാമ. പരം സ്വധാമ സമകാൽ എന്നൊരു വ്യാഖ്യാനം അല്ല. ഉദ്ധവായ ച പരം പ്രോച്യ. ഇതേവരെ ഉപദേശിച്ച ഉപദേശങ്ങളെയൊക്കെ സംഗ്രഹിച്ച് ഉദ്ധവന് തനിയ അമൃത പിബത ഭാഗവതം രസം, പിബത ഭാഗവതം രസം, രസം രസം. അത് തിരിച്ചിട്ട സാരം സാരം സാരം, രസം രസം, സാരം സാരം. ആ അമൃത, സാരമായ അമൃത, ഭാഗവതത്തിൻ്റെ മുഴുവനും സാരമായ രസമായ അമൃത. നിഗമകൽപ്പതരോർഗളിതം ഫലം ശുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം. ഏതുവരെ? ആലയം പിബത. അപ്പോൾ ആലയം പിബത എന്ന് പറഞ്ഞത് പ്രോച്യോദ്ധവായ ച പരം എന്നുള്ളതിൽ ചേർത്തിരിക്കുന്നു. പരമരസം പരമരസം പരമരസം. ഭാഗവതം തന്നെ നിഗമകൽപ്പതരോർഗളിതം ഫലം രസം ആണ്. അതിൻ്റെ രസോ, അതിൻ്റെ സാരോ, അതേ അതാണ് ഉദ്ധവായ ച പരം പ്രോച്യ, പരം രസം പ്രോച്യ ഉദ്ധവന് കൊടുത്തത്. അതിന്നിപ്പോൾ ഗുരുവായൂരപ്പൻ നമുക്കും തരാൻ തയ്യാറായിരിക്കുക. നോട്ടീസിൽ നോക്കിയാൽ അറിയാം എത്ര 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 അധ്യായങ്ങളാണ് നമ്മുടെ ഹൃദയത്തെ ഉണർത്താൻ, ഉശിരു പിടിപ്പിക്കാൻ വേണ്ടതൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നത്. അതിൽ ഇതാ ഭഗവാൻ ഉദ്ധവന് ഉപദേശിച്ച വർണ്ണാശ്രമധർമ്മങ്ങൾ ഉദ്ധവന് ഓരോന്ന് ചോദിച്ചെടുക്കുക. ഗോപികളുടെ ഭക്തി ഭഗവാൻ പറഞ്ഞ ഘട്ടം ഘട്ടമായിട്ടുള്ളത് ആലോചിച്ചാൽ നമുക്ക് കാണാം. ആദ്യം ദത്താത്രേയ ഗീത അല്ലേ, പിന്നെ നമുക്കറിയാം ഓരോന്ന് എടുത്തു പറയുമ്പോൾ ഹംസഗീത, അതിൻ്റെ ഇടയിൽ ഗോപീഗീത 12-ാം അധ്യായത്തിൽ കാണാം. ഭക്തന്മാരുടെ കഥ പറയുമ്പോൾ ഭഗവാൻ ഒരാവേശം, ഉദ്ധവ ഗോപസ്ത്രീകൾ പോരാ, വൃത്രാസുരൻ. ഗോപസ്ത്രീകളെയും വൃത്രാസുരനെയും ഒക്കെ എത്രയാ ഭഗവാൻ വർണ്ണിക്കണത്. കാരണം പ്രാണനാഥാതവാരൂപാമൃതമൊന്നു കാണായെങ്കിലോ ഞങ്ങളിപ്പോൾ മരിക്കുമേ എന്ന് പറഞ്ഞ ഗോപികളെ ഭഗവാൻ ഉയർത്തിപ്പറഞ്ഞിട്ട് വൃത്രഹ, ഉദ്ധവ ലോകം മുഴുവൻ അസുരന്മാരിൽ മഹാഭീകരൻ എന്നൊക്കെ പറഞ്ഞ് ഉള്ള അല്ലെങ്കിൽ ശപിക്കുക വയ്ക്കൂ എന്ന് തോന്നിക്കണ ആ വൃത്രൻ പ്രേമപൂർവം പ്രാണനാഥ നാഥ 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 എന്ന് വിളിക്കുന്നു. അപ്പോൾ ഗോപികളുടെ ഭക്തി, അതിൻ്റെ ഒരു അനുരണനം വൃത്രാസുരൻ്റെ ഭക്തിയിൽ മുഴങ്ങിക്കേക്കാമുദ്ധവ. അതാണ് വൃത്രഹ ത്വാഷ്ട്രഹ എന്ന് ഭഗവാൻ എടുത്തു പറഞ്ഞത്.
അതൊക്കെ പറഞ്ഞ് ഉദ്ധവൻ ചോദിച്ച പോലെ വർണ്ണാശ്രമധർമ്മങ്ങളും പറഞ്ഞ് ഈ 96 തത്വങ്ങൾ, അത് 16 തത്വമായിട്ടും 3 തത്വമായിട്ടും 4 തത്വമായിട്ടും അക്കങ്ങൾ എത്രയുണ്ടോ അത്രയും തത്വങ്ങളൊന്ന് മാറി 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 പറഞ്ഞാലും വ്യാഖ്യാനിച്ചാലും കുഴപ്പമില്ല. സപ്തൈകേ നവ ഷൺ കേജി ചത്വാരി ഏകാദശ അപരേ കേജി സപ്തദശ പ്രാഹു ഷോഡശൈകേ ത്രയോദശ. ഇങ്ങനെ എത്ര തത്വം എന്ന് പറഞ്ഞാലും ശരിയാ, 108 എന്ന് പറഞ്ഞാലും ശരി, 56 എന്ന് പറഞ്ഞാലും ശരി, 10 എന്ന് പറഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ ഒരു തത്വമേ ഉള്ളൂ, ഒരേ ഒരു തത്വം. അതിൻ്റെ വ്യാഖ്യാനമാണൊക്കെയല്ലേ. ഒരു തുള്ളി വെള്ളം, ആ വെള്ളത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് സയൻസ് നമ്മളോട് പറയും. ഇതിൽ ഹൈഡ്രജൻ ഉണ്ട്, ഇതിൽ ഓക്സിജൻ ഉണ്ട്. ഹൈഡ്രജൻ്റെ പകുതി ഉണ്ടാവുള്ളൂ ഓക്സിജൻ എന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ ഓക്സിജൻ്റെ ഇരട്ടിയുണ്ട് ഹൈഡ്രജൻ എന്ന് വെച്ചോളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിക്കും. അപ്പോൾ ജലത്തിൻ്റെ ഘടന, ഒരു തുള്ളിയുടെ, ഇങ്ങനെ ഓരോന്നിൻ്റെയും ഘടന നോക്കിയാൽ എന്താവും പ്രകൃതിയുടെ ഘടന. അപ്പോൾ പുരുഷ പ്രകൃതി, പ്രകൃതി പുരുഷ യോഗം, പ്രകൃതി പുരുഷ വിയോഗം, ഭഗവാൻ പറയണത് നോക്കിയാൽ അത്ഭുതമാവും. ഓരോന്ന് ഉണ്ടായതിനെ പറ്റിയും ഓരോന്ന് അതിൽ ലയിച്ചതിനെ പറ്റിയൊക്കെ ഭാഗവതത്തിൽ സന്ദർഭോചിതം പറഞ്ഞിട്ടുണ്ട്. തൃതീയത്തിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഭഗവാൻ ഇവിടെയും പറയണത് കാണാം. എന്തായാലും ആ വർണ്ണനാ രീതി ഇഷ്ടപ്പെട്ട് ഉദ്ധവൻ ഭഗവാനോട് ചോദിച്ചതാണ്. ഇത്രയൊക്കെ മനസ്സിൻ്റെ നിയന്ത്രണത്തിന് വേണ്ടി അവിടുന്ന് പറയണതാണ് മനോനിരോധം. അടിയന് തോന്നുന്നത് ഇപ്പോഴും ആവണില്ല. മുക്തിയുടെ വക്കത്ത് എത്തി നിൽക്കണവർക്ക് പോലും മനോനിരോധം വേണ്ട പോലെ ആവണില്ലല്ലോ ഭഗവാനെ. വിദുഷാമപി വിശ്വാത്മൻ പ്രകൃതിരിഹി ബലിയസി. ഇവിടുന്ന് പ്രകൃതിയുടെ ശക്തി പറയാൻ വേണ്ടി സാഖ്യം പറഞ്ഞു. സാഖ്യത്തിൽ പ്രകൃതി പുരുഷൻ എന്ന് അനവധി തവണ ആവർത്തിക്കുന്നുണ്ട്. പ്രകൃതിരിഹി ബലിയസി, മായ എന്ന ആ പുരുഷൻ്റെ പ്രകൃതി, ഭഗവാന്റെ ശക്തി വല്ലാണ്ട് വിഷമിപ്പിക്കും എന്നൊക്കെ തോന്നുക. ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറയണം, സാരല്ല, ബാരിഹസ്പത്യ, ഭഗവാന്റെ സംബോധനയാണ്. താൻ ഉദ്ധവ എന്നോട് ചോദിക്കണ കേട്ടാൽ തന്നെ തോന്നും താൻ എൻ്റെ ഉള്ളിൽ പറഞ്ഞു തരാനുള്ളതൊക്കെ ചോർത്തി എടുക്കും എന്ന്. അതാണ്, ഇങ്ങനെ ഒരു ശിഷ്യനെ കിട്ടിയാൽ ഗുരു സർവവും മറന്ന് എല്ലാം പറഞ്ഞു പോവും. ബാരിഹസ്പത്യ വൃഷ്ണീനാം പ്രവര മന്ത്രി കൃഷ്ണസ്യ ദൈത സഖാ ശിഷ്യോ ബൃഹസ്പതേ സാക്ഷാദുദ്ധവ ബുദ്ധിസത്തമ. ബൃഹസ്പതിയുടെ ശിഷ്യനായിട്ട് പേരെടുത്ത ഉദ്ധവ, അങ്ങക്ക് ഗോപികളുടെ ശിഷ്യനാവാനും കൊതി തോന്നി, അതും സാധിച്ചു. നന്ദവ്രജ സ്ത്രീണാം പാദരേണു എന്ന് പറഞ്ഞ് അങ്ങ് വൃന്ദാവനത്തുനിന്ന് കൊണ്ടുവന്നപ്പോൾ ഒരു പിടി വാരിയെടുത്തില്ലേ. എന്നും തേവാരം കഴിഞ്ഞ് അത് ശിരസിലിട്ട് നാവിലിട്ട് കൃതാർത്ഥരാവാറില്ലേ, കൃതാർത്ഥത നേടാറില്ലേ. അങ്ങനെയുള്ള വിനയാൻവിതനായ ഈ പണ്ഡിതനായ അങ്ങയോട്, ഹേ ബാർഹസ്പത്യ, ബൃഹസ്പതി ശിഷ്യനോട് എനിക്ക് പറയാനുള്ളതൊക്കെ പറയാം. അതിൽ പ്രധാനമായിട്ട് എനിക്ക് പറയാൻ ഇപ്പോൾ ഉള്ളത്, അങ്ങ് പറഞ്ഞ പോലെ ബാക്കിയുള്ളവരുടെ ഉപദ്രവം അങ്ങനെ കൂടുമ്പോൾ എത്ര മനോനിയന്ത്രണം ഉണ്ടെങ്കിലും അതൊക്കെ നഷ്ടപ്പെടും എന്നല്ലേ. ഞാൻ എൻ്റെ ഏട്ടനോടുകൂടെ സാന്ദീപനി ഗൃഹത്തിൽ വിദ്യാഭ്യാസത്തിന് പോയ സമയത്ത് സുധാമാവ് എന്നുള്ളൊരു കൂട്ടുകാരനോടുകൂടെ പോയി. അവന്തി രാജ്യത്ത് ആണ് ഗുരുനാഥൻ സാന്ദീപനി. അവിടെ സഞ്ചരിക്കുമ്പോൾ വെറുതെ നടക്കാൻ ഇറങ്ങിയ സമയത്ത് കാണാൻ വയ്യാത്തൊരു കാഴ്ച കണ്ടു ഉദ്ധവ. ഒരാളെ തുദന്തി മർമ്മസ്ഥാഹ്യസതാം പരുഷേഷവ, ചീത്ത വാക്കുകൾ പറയാ, വടിയെടുത്തിങ്ങനെ അടിക്കുക. ദുരുക്തയർ ഭിന്നമാത്മാനം, അദ്ദേഹത്തിൻ്റെ മനസ്സും തലയും കയ്യും കാലും ഒക്കെ ഒടിഞ്ഞു പൊട്ടി ചോര വരണ പോലെയാണ് അദ്ദേഹം കിടന്ന് പിടയ്ക്കണത്. ദുർജനങ്ങൾ എല്ലാ നിലയ്ക്കും ഇങ്ങനൊരു പാവത്തിനെ ഉപദ്രവിക്കുക എന്നാ തോന്നിയത്. അന്വേഷിച്ചപ്പോൾ മനസ്സിലായി അത് പാവാണെന്ന് ഇപ്പം തോന്നുന്നു. പാവമൊന്നും ആയിരുന്നില്ല. എന്താ അത്? അവന്തിഷു ദ്വിജക്കശ്ചിദാസീ ആഢ്യതമശ്രിയ വാർത്താവൃത്തി കദരിയസ്തു കാമി ലുബ്ധ അതികോപന.
മഹാശുണ്ഠിക്കാരൻ, മഹാലുബ്ധൻ, മഹാകാമി ആയിട്ടുള്ള വലിയൊരു പണത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായതാ, പണം ശേഖരിക്കുക എന്നല്ലാതെ അദ്ദേഹത്തിന് വേറെ ഒരു ജീവിത ലക്ഷ്യമില്ല. ഭാര്യ മക്കളും സകല ആളുകളും വെറുത്തോട്ടെ, പണം കുന്നുകൂട്ടി നിലവുറക്കുണ്ടുണ്ടാക്കി പ്രത്യേകമായിട്ട് അതിലേക്ക് പണം ചാക്കായിട്ട് സ്വർണ്ണക്കട്ടിയും ഒക്കെ ആയിട്ട് നാണയവും ഒക്കെ ആയിട്ട് എടുത്തു വെച്ച് അവിടെ പായിട്ട് കിടക്കും. ഭാര്യ മക്കളോ വീട്ടുകാരോ ബന്ധുക്കളോ വിളിച്ചാൽ അവിടുന്ന് എണീക്കില്ല. അവിടെ പണം വെച്ച് അത് ആരും കാണാണ്ടിരിക്കാൻ കിടക്കുക. മടുത്തു അയാളുടെ പ്രവൃത്തി. ദുശീലസ്യ കദരീയസ്യ ദൃഹ്യന്തേ പുത്രബാന്ധവാഃ ദാരാ ദുഹിതരാ ഭൃത്യാ വിഷണ്ണാഃ നാചരൻ പ്രിയം. ആർക്കും അയാളെ ഒരു പ്രിയവും ചെയ്തു കൊടുക്കില്ല, ഭാര്യയ്ക്കോ കുട്ടികൾക്കോ ബന്ധുക്കൾക്കോ. അതുപോലെയായി കുറെ കഴിയുമ്പോൾ അവർക്കും മടുത്തു. വേണ്ട, ഇങ്ങോട്ട് വേണ്ടെങ്കിൽ ഞങ്ങൾക്കും വേണ്ട, അയാൾക്ക് പണം കെട്ടിപ്പിടിച്ച് അവിടെ കിടന്നാൽ പോരെ, അങ്ങനെ ഒരാളെ വേണ്ട എന്ന് എല്ലാവർക്കും തോന്നി. തസ്യൈവം യക്ഷവിത്തസ്യ, പണമാണ് ഏറ്റവും വലുത്. ആരാ ദൈവം? വൈശ്രവണൻ. മനസ്സിലായില്ല? വൈശ്രവണൻ, അയാളല്ലേ പണത്തിൻ്റെ അധിദേവത. എനിക്കും വൈശ്രവണൻ അല്ലാണ്ട് വേറെ ഒരു പണത്തിൻ്റെ അധിദേവതയും ആരാധിക്കേണ്ടതില്ല. യക്ഷവിത്തസ്യ, വൈശ്രവണനേക്കാളധികം പണമുണ്ട് ഇപ്പം എനിക്കെന്ന് അയാളുടെ വിചാരം. ച്യുതസ്യോഭയലോകത ധർമ്മ കാമ വിഹീനസ്യ, ധർമായ യശസേ അർത്ഥായ കാമായ സ്വജനായ ച പഞ്ചധാ വിഭജൻ വിത്തം ഇഹ അമുത്രച മോദത്തെ. ഇതാണ് നിയമം. പണം വെറുതെ വെച്ചാലും നശിക്കും. എന്താ അത്? ഈ വക 4-5 രീതിയിൽ അത് ഉപയോഗിക്കണം. ധർമായ 5 വിഭജിക്കുക. എന്നിട്ട് 1 ധർമ്മത്തിന്, മറ്റുള്ളവർക്ക് ധർമ്മം കൊടുക്കുക. 2 യശസ്സേ, തൻ്റെ സൽപ്പേരിന് ഒരു ഭാഗം ഉപയോഗിക്കാം. 3-മതൊരു ഭാഗം അർത്ഥായ, ബാങ്കിലിടുക. അതിൻ്റെ പലിശ കൊണ്ട് അത് വളർന്നു വരും ക്രമേണ. നമ്മൾ പറയാറില്ലേ, 5 കൊല്ലം കൊണ്ട് നിങ്ങളുടെ പണം ഇരട്ടിയാക്കി തരാൻ ഞങ്ങൾ ബാങ്കുകാരുടെ സൂത്രം, ഞങ്ങളുടെ ആനുകൂല്യം. ആനുകൂല്യം ഒരു സൂത്രമല്ല. നമ്മുടെ പണം എടുത്ത് അവർ എത്രയോ കോടി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു അംശം തരാമെന്നായി പറയണത്, ഇരട്ടി തരാത്രേ. അപ്പോൾ ധർമായ യശസ്സേ അർത്ഥായ. പിന്നെ പറയണു ഭാഗവതം കാമായ, അവനവൻ്റെ കാമങ്ങൾ സുഖമായിട്ട് എന്തെങ്കിലും വല്ലതും കഴിക്കുക, എങ്ങനെയെങ്കിലുമൊക്കെ പോവുക, അങ്ങനെയൊക്കെ ഒരു ഭാഗം ഉപയോഗിക്കുക തന്നെ വേണം. സ്വജനായ ച, നിർബന്ധമാണ്, മസ്റ്റാണ്. സ്വന്തം ബന്ധുക്കൾക്കൊക്കെ തൻ്റെ സ്വത്തിൽ, തൻ്റെ ധനം ശേഖരത്തിൽ ഒരു ഭാഗം കൊടുക്കുക തന്നെ വേണം. പഞ്ചധാ വിഭജൻ വിത്തം. ഇങ്ങനെ 4-5 തരത്തിൽ വിത്തം, ധനം പാകമാക്കി കണക്ക് അനുസരിച്ച് ചെലവിടുക തന്നെ വേണം. അല്ലാണ്ട് വെച്ച് പൂത്തിയാൽ പോരാ, അല്ലെങ്കിൽ പൂത്തി വെച്ചാൽ പോരാ. ഇഹ അമുത്രചമോദത്തെ, ഇഹലോകവും പരലോകവും സുഖാക്കാനുള്ള വഴിയാണ് ധർമ്മം എന്ന രീതിയിൽ ചെയ്യേണ്ടത്. പ്രോജ്ജിത കൈതവ ധർമ്മ, അതാണ് ഭാഗവതം പറയണത്. കൈതവമില്ലാത്ത ധർമ്മങ്ങൾ ഭാഗവതത്തിൽ ആദ്യന്തം വർണ്ണിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ആവശ്യത്തിന് തിരഞ്ഞെടുത്തോളൂ. ഭിക്ഷുഗീതയിലും അത് നല്ലോണം നമ്മളോട് പറഞ്ഞു തരണു. അയാളെപ്പോലെ പണം ശേഖരിക്കരുത്, അത് നാശത്തിന് കാരണമാണ്, പശ്ചാത്താപത്തിന് കാരണമാണ്. കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം, ധർമ്മമായിട്ട് ചെയ്യണം, ബന്ധുക്കൾക്ക് കൊടുക്കണം, തൻ്റെ സൽപ്പേര് നിലനിർത്താം, ബാങ്കിലിടാം, ഒക്കെ ആവാം. 5 തരം. അപ്പം എല്ലാവരും ഈ 5 തരത്തിലുള്ള പഞ്ചഭാഗിന അവകാശികളെയും ധനം കൊണ്ട് തൃപ്തിപ്പെടുത്തണില്ലെങ്കിൽ ചുക്രുധു പഞ്ചഭാഗിന, ഇവരൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചടിക്കും. അതുകൊണ്ട് നമുക്ക് അബദ്ധം വരും. അത് ഭഗവാൻ മുൻകൂട്ടി പറഞ്ഞുകൊണ്ടാണ് പറയണത്. ആ ഗംഭീരനായ പണക്കാരൻ ആർക്കും കൊടുക്കാതെ സൂക്ഷിച്ചു വെച്ചു. ആർക്കും കൊടുക്കണില്ല എന്ന് കണ്ടപ്പോൾ എല്ലാവരും കൂടി പ്ലാൻ ചെയ്തു. ജ്ഞാതയോ ജഗൃഹു കിഞ്ചിത് ദസ്യവൗദ്ധവ ദൈവത കാലത കിഞ്ചിൽ ബ്രഹ്മബന്ധോ നൃപാർത്ഥിവാൻ.
ഇവരൊക്കെ പാടെ മനസ്സിലാക്കി ഇപ്പോഴത്തെ കോടീശ്വരൻ ആരാ? ഭരണാധികാരികൾ ഒരു നിയമം വെച്ചു, കോടീശ്വരന്മാരെ കണ്ടുപിടിക്കണം, അവർ വേണ്ട പോലെ നികുതി അടയ്ക്കണില്ല, അവർ പണം പൂഴ്ത്തിവെക്കുകയാണ്. അങ്ങനെയുള്ളവരെ കണ്ടുപിടിക്കാൻ ഭരണാധികാരികൾ ഓർഡർ ഇട്ടു. പിന്നെ ബന്ധുക്കളും പുറപുറത്ത് ഒന്നിച്ചുകൂടി അവരും തീരുമാനിച്ചു, ഇയാളുടെ കയ്യിൽ ഈ പണമൊക്കെ ഉണ്ടാക്കി അയാൾ പൂഴ്ത്തി വെച്ചിട്ട് അതെങ്ങനെയെങ്കിലും തട്ടിയെടുക്കാൻ എന്താ വഴി? കള്ളന്മാരെ അറിഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ യക്ഷവിത്തസ്യ, വൈശ്രവണനേക്കാൾ അധികം പണം ഉണ്ടെന്ന് കണക്ക് വെച്ച് നമ്മളെ പറ്റിക്കാൻ നോക്കുക കള്ളന്മാർ വിചാരിക്കുക ആ കള്ളൻ്റെ നിന്ന് നമുക്ക് കുറച്ച് തട്ടിയെടുത്താൽ ഒരു പാപം വരാനില്ല, ലോകത്തിന് പുണ്യം വരും. കായംകുളം കൊച്ചുണ്ണി എന്ന കള്ളൻ ഗുരുവായൂരെ കൊച്ചുണ്ണിയാകുന്ന നമ്മുടെ ഗുരുവായൂരപ്പനെ നല്ലോണം സേവിച്ചിട്ടുണ്ട്. അമ്പലപ്പുഴയിലും കായംകുളത്തും ഒക്കെയുള്ള ഉണ്ണികൃഷ്ണനെ സേവിച്ചിട്ടുണ്ട്. അതൊക്കെ ഐതിഹ്യമാലയിൽ കാണാം. അപ്പോൾ ആ കായംകുളം കൊച്ചുണ്ണിക്ക് ഈ ഗുരുവായൂർ കൊച്ചുണ്ണിയെ വളരെ ഇഷ്ടമാണ്. ഇതുപോലെ കള്ളന്മാരൊക്കെ പാടെ ആലോചിച്ച് തീരുമാനിച്ചു, ഇവൻ്റെ പണം ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് തട്ടിയെടുക്കാൻ പരിപാടി ഇടണം. പിന്നെ ദൈവാധീനം കുറഞ്ഞു, കാലപ്പിഴ വന്നു. അപ്പോൾ ഇന്നൊരു പാർത്ഥിവൻ രാജാവ് ഭരണാധികാരി ഒരുവിധം അദ്ദേഹത്തെ വന്ന് ഭീഷണിപ്പെടുത്തി അതിൻ്റെ ആളുകളോടുകൂടി വന്ന് കൊണ്ടുപോവുകയായി. അയ്യോ അയാൾ അപ്പം എവിടെ ആരൊക്കെ വന്ന് കൊണ്ടുപോയാലും അവരൊന്നും കാണാതെ തൻ്റെ കയ്യിലുണ്ടെന്നുള്ള സന്തോഷം ഇയാൾക്കുണ്ട് ഉള്ളുകൊണ്ട്. എന്നാലും അയ്യോ എൻ്റെ പണം തട്ടിയെടുക്കാൻ ആൾ വന്ന് കള്ളന്മാരും ഒക്കെപ്പാടെ പ്ലാൻ ചെയ്തു. ഒന്നിച്ച് ഭാര്യയും കുട്ടികളെയും ബന്ധുക്കളെയൊക്കെ വന്ന് കണ്ട് കള്ളന്മാർ പറഞ്ഞു, അത്രേ ഇദ്ദേഹത്തിൻ്റെ സകല പണം പൂഴ്ത്തിവെച്ചത് ഞങ്ങളെടുത്ത് തരാം നിങ്ങൾക്ക്. ഞങ്ങളുടെ കയ്യിൽ അതൊക്കെ പൊട്ടിക്കാനും തകർക്കാനുമുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അയാൾ ഏത് ഗുഹയിൽ കൊണ്ടുവന്ന് വെച്ച് മീതെ കിടന്നുറങ്ങിയാൻ ശ്രമിച്ചാലും അയാളുടെ ഉറക്കം ഞങ്ങൾ കെടുത്തും. ഭാര്യയ്ക്കും കുട്ടികൾക്കും എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ പറഞ്ഞോളൂ, എത്ര ഭാഗം വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം, കുറച്ച് ഭാഗം ഞങ്ങൾക്ക് തന്നാൽ മതി, കാരണം അത്ര ശേഖരണമുണ്ട്. എന്തിനാ ഇങ്ങനെ പറഞ്ഞ ആളുകളെല്ലാവരും കൂടി ജ്ഞാതയാ കിഞ്ചിത് ദസ്യവ ദൈവത കാലത എന്ന് പറഞ്ഞ പോലെ എല്ലാവരും കൂടി ചേർന്ന് അദ്ദേഹത്തെ ചതിക്കാൻ തീരുമാനിച്ചു. ഭാര്യ കള്ളന്മാർക്ക് വാതിൽ തുറന്നു കൊടുത്തു എന്ന് പറഞ്ഞ പോലെ അവർ വന്ന് അദ്ദേഹത്തെ മൂക്കുമായും പൊത്തിപ്പിടിച്ച് കെട്ടി കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. ഇവിടെ തകർത്തു. എൻ്റെ ദൈവമേ, എത്ര 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 ലോറി കൊണ്ടുവന്നാലും എടുത്താൽ തീരാത്ത അത്ര ചാക്ക് 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 സ്വർണവും വെള്ളിയും രത്നവും ആയിട്ട് കൂട്ടിയിരിക്കുന്നു. എല്ലാവരും തട്ടിയെടുത്തു. പെരയ്ക്ക് തീയും കൊളുത്തി. പെരയൊക്കെ കത്തിക്കരിഞ്ഞ് വീഴുമ്പോൾ ഇയാളെ കെട്ടി പുറത്തേക്ക് വലിച്ചെറിഞ്ഞല്ലേ. അതൊക്കെ വളരെ പണിപ്പെട്ട് ഉറക്കം നല്ലോളിച്ചുകൊണ്ട് വന്ന് നോക്കുമ്പോഴേക്കും ഒരു വടി കത്തിക്കരിഞ്ഞത് അവസാനത്തെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന് വീണു. എവിടെയോ ചിന്നിച്ചതിൽ കിടക്കുന്നതിൽ നിന്നും ഒരു സഞ്ചി പോലെ ഒരു തുണിക്കഷ്ണം അത് കിട്ടി. അതിലത്തെ കരിയൊക്കെ കളഞ്ഞ് ഈ വടിയും കുത്തിപ്പിടിച്ച് അദ്ദേഹം നോക്കി നിന്നു. തൻ്റെ വലിയ വീട്, ധനം ശേഖരിച്ചത് മുഴുവൻ പോയത്. ഖിജ്യതോ ബാഷ്പകണ്ഠസ്യ നിർവേദ സുമഹാനഭൂൽ. ഭഗവാൻ പറയണു, ഉദ്ധവ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹത്തിൻ്റെ കഥ ഇങ്ങനെയൊക്കെ ആയിരുന്നു. തൻ്റെ പണം എല്ലാവരും കൂടി തട്ടിയെടുത്തു എന്ന് മനസ്സിലാക്കിയിട്ടും അവിടെ കരിഞ്ഞു കിടക്കണ ഒരു മുണ്ടും ഒരു വടിയും കൂടി കുത്തിപ്പിടിച്ച് അയാൾ പുറപ്പെട്ടു. സചാഹേദം അഹോ കഷ്ടം വൃഥാത്മാമേനുതാപിത ന ധർമായ ന കാമായ യസ്യാർത്ഥായ സ ഈദൃശ. കഷ്ടേ കഷ്ടേ കഷ്ടം, ഞാൻ ഇത്രകാലം പണിയെടുത്തത് മുഴുവനും പോയല്ലോ. ധർമ്മത്തിനും കാമത്തിനും 4-5 തരത്തിൽ വിഭജിക്കേണ്ടതൊന്നും ഞാൻ വിഭജിച്ചില്ലല്ലോ എന്ന് അദ്ദേഹം പശ്ചാത്തപിക്കാൻ തുടങ്ങി. എങ്കിലും എൻ്റെ പണക്കൊതി ഈ ലോകത്ത് കുറച്ചധികം തന്നെയായിരുന്നു. ആദ്യം പറഞ്ഞ പോലെ ആത്മവിമർശനം അദ്ദേഹം നടത്തി. യശോ യശസ്വിനാം ശുദ്ധം ശ്ലാഘ്യായേ ഗുണിനാം ഗുണാഹ ലോഭസ്വൽപ്പോപി താൻ ഹന്തി ശുത്രോ രൂപം വാ. എനിക്ക് പറ്റിയ അബദ്ധം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കണത്. എൻ്റെ ലോഭം
പണക്കൊതി അതിത്ര വലുതായിരുന്നു. അത് എന്നെ തന്നെ നശിപ്പിക്കാൻ, എൻ്റെ ഭാര്യ, കുട്ടികളെ, വീട്ടുകാരെ, ബന്ധുക്കളെ ഇവരെയൊക്കെ ഇല്ലാണ്ടാക്കാൻ, ഈ കണ്ട കള്ളന്മാരും കൊള്ളക്കാരും ഉള്ളവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ, മാടി വിളിക്കാൻ കാരണമാവുമെന്ന് ഞാൻ വിചാരിച്ചില്ലല്ലോ. വാസ്തവത്തിൽ എനിക്ക് ഈ പണം സമ്പാദിക്കുമ്പോൾ വല്ല സുഖം ഉണ്ടായിരുന്നോ? ഉദ്ധവ ഭഗവാൻ പറയണു, അദ്ദേഹം സ്വയം ചിന്തിച്ചു, ആത്മവിമർശനം. ഇല്ല. അർത്ഥസ്യ സാധനേ സിദ്ധേ ഉത്കർഷേ രക്ഷണേ വ്യയേ നാശേ ഉപഭോഗേ ആയാസസ്ത്രാസശ്ചിന്താ ഭ്രമോ നൃണാം തേയം ഹിംസ അനൃതം ദംഭ കാമക്രോധ സ്വയോ മജ ഭേദോ വൈരമവിശ്വാസ സംസ്പർദ്ധാ വ്യസനാനി ച ഏതേ പഞ്ചദശ അനർത്ഥാഃ. അർത്ഥം, സമ്പത്ത്. ഞാൻ സമ്പാദിച്ചു, കോടീശ്വരനായി, വൈശ്രവണനെ വെല്ലുന്ന കേമനായി, ധനാഢ്യനായി എന്നൊക്കെ ഞാൻ ഇപ്പം പറയാൽ എന്താ ധനാഢ്യൻ? എനിക്ക് ദുഃഖമല്ലാതെ, വിഷമല്ലാതെ, എന്തെങ്കിലും ഒരാഢ്യത്വം, എന്തെങ്കിലും ഒരു സമാധാനം, എന്തെങ്കിലും ഒരു സുഖം ഇന്നേ വരെ ഉണ്ടായിട്ടുണ്ടോ? അദ്ദേഹം ഏട് പറിച്ചു നോക്കി, പിന്നാക്കം. അദ്ദേഹത്തിന് സ്വയം കണ്ടെത്താൻ സാധിച്ചു, ഇല്ല ഇല്ല ഇല്ല. 15 തരം അനർത്ഥങ്ങൾ ഞാൻ നേടി എന്നല്ലാതെ പഞ്ചദശ അനർത്ഥാഃ. എണ്ണി 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 പറയാം, തീരില്ല എന്നാ ഭാഗവതം പറയണത്. എന്തിനാ അത് ഇത്ര വിസ്തരിച്ച് പറയണേ ഭഗവാൻ? നമ്മൾ ഇടയ്ക്കതൊന്ന് ഓർത്താൽ കൊള്ളാമെന്നർത്ഥം. പണത്തിന് സാധനയെ സിദ്ധേ ഉത്കർഷേ രക്ഷണേ വ്യയേ. നേടുമ്പോൾ ബുദ്ധിമുട്ടണം, നേടിക്കഴിഞ്ഞാൽ അത് സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടണം. അതെ, അത് വലുതാക്കണമെങ്കിൽ അതിലേറെ ബുദ്ധിമുട്ടണം. അത് രക്ഷിക്കാൻ പറ്റില്ല. അത് നശിക്കുമ്പോഴോ സഹിക്കണില്ല. ഔ, എത്രയാ ചെക്ക് എഴുതി ഞാൻ എടുത്തത്, എന്താ അതിങ്ങനെ? എന്തിനാ? ഉപഭോഗ. പിറന്നാൾ സദ്യ കഴിക്കണം, 84ാം പിറന്നാൾ കൊണ്ടാടണം, ഷഷ്ടിപൂർത്തി കൊണ്ടാടണം, കുട്ടികളുടെ പിറന്നാൾ വേണം, പപ്പടം വേണം, വെളിച്ചെണ്ണ. ഏയ് ഒന്നും വേണ്ട. ഭാര്യ, ബാക്കിയുള്ളവരും ബന്ധുക്കളും ഒക്കെ വെറുക്കാൻ വേറെ വല്ല വേണം. ഉപഭോഗേ. അവനവൻ്റെ ആവശ്യത്തിന് പോലും ഉപയോഗിക്കാത്ത ആയാസസ്ത്രാസശ്ചിന്താഭ്രമോ നൃണാം. വിഷമിക്കല്ലേ ഞാൻ ചെയ്തത്? 15 തരത്തിലുള്ള അനർത്ഥങ്ങളും ഞാൻ നേടി എന്നല്ലാണ്ട് ഒരു തരത്തിലും എനിക്കൊരു സുഖം ഇതിൻ്റെ പേരിൽ ഉണ്ടായിട്ടില്ലല്ലോ. പോരാ, അർത്ഥം എന്നുള്ളതിൻ്റെ പേര് ഞാൻ മാറ്റി. അനർത്ഥം അനർത്ഥം അനർത്ഥം. 15 തരം അനർത്ഥം ഉണ്ടാക്കുന്ന ഇതിന്, ഈ ധനത്തിന് ആരാ അർത്ഥം എന്ന് പേരിട്ടത്? തെറ്റ്. ഭിദ്യന്തേ ഭ്രാതരോ ധാരാ പിതര സുഹൃദസ്തഥാ ഏകാ സ്നിഗ്ധ കാകിണിന സദ്യ സർവേ അരേ സ്മൃതാഃ. പണം എണ്ണുമ്പോൾ കുട്ടികളാരോ വന്നു, ഒരു 25 പൈസയുടെ തൊട്ടപ്പ് എടുക്കാത്തതാ, അതെടുത്തു, അത് വായിലിട്ടു, ദേഷ്യം വന്ന് കൊട്ടത്തു ഒരടി. പൈസ എടുക്കുക, വായിലിടുക. ഒരു കുട്ടി അറിയാണ്ട് ഒരു 25 പൈസ എടുത്തതിന് അതിനെ അടിക്കുക. ഭാര്യ ചോദിക്കണ്ടേ? ഇതാണ് നമ്മുടെയൊക്കെ സ്വഭാവം. നിസ്സാര കാര്യത്തിന് ക്ഷോഭിക്കുക, അനവധി 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 അനർത്ഥങ്ങൾ സ്വയം ഉണ്ടാക്കുക. ഇതൊക്കെയാണ് ഉണ്ടായത്. ഞാൻ ഇത്രയും കാലം അമരപ്രാർത്ഥ്യം മാനുഷം ജന്മലബ്ധ്വ. ലോകം മുഴുവനും പാടിപ്പുകഴ്ത്തുന്ന മനുഷ്യജന്മം. അഹോ അമീഷാം കിമകാരി ശോഭനം പ്രസന്ന യേഷാം ശ്രുത സ്വയം ഹരി യൈർ ജന്മലബ്ധം നൃഷു ഭാരതാജിരേ. ഭഗവാനെ സേവിക്കാൻ പറ്റിയ ഒരൊന്നാം തരം മനുഷ്യജന്മം ഭാരതഭൂമിയിൽ കിട്ടിയില്ലോ എന്നൊക്കെ ദേവന്മാർ വിളിച്ചു പറയുമ്പോൾ ആ മനുഷ്യജന്മം കൊണ്ട് ഞാനെന്താ ചെയ്തത്? അറയ്ക്കുന്നു എനിക്ക്. അമരപ്രാർത്ഥ്യം മാനുഷം ജന്മലബ്ധ്വ. ഞാൻ അതിനെ ഇങ്ങനെ നശിപ്പിച്ചുല്ലോ. സ്വർഗാപവർഗയോർ ദ്വാരം പ്രാപ്യ. സ്വർഗം വരെയുള്ളതൊക്കെ കീഴടക്കാനുള്ളത്ര പണം സമ്പാദിച്ച് ആ പൊക്കത്തുനിന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് നശിക്കുക. അർത്ഥത്തെ അനർത്ഥം, അനർത്ഥത്തെ അർത്ഥമായിട്ട് കണ്ടിട്ട് അതല്ലേ എനിക്ക് പറ്റിയത്. വ്യർത്ഥയാർത്ഥേഹയാ. ഈ ഒരാവശ്യമില്ലാതെ അനർത്ഥമായ അർത്ഥം, അനർത്ഥം എന്ന് പേരുള്ള അർത്ഥം സമ്പാദിക്കാൻ ഞാൻ മെനക്കെട്ടു. ഇനിയില്ല. ഞാൻ ഏതോ ഒരു മോഹത്തിൽപ്പെട്ടതാണ്. കിം ധനൈഹി വ കിം ധനദേർവ കിം കാമൈഹി കിം കാമദേഹി.
ഒന്നും കാര്യമില്ല. മൃത്യുനാഗ്രസ്യമാനസ്യ. എത്രയോ ആയുസ്സ മനുഷ്യന് ഈ ലോകത്തുള്ള സ്വർഗത്തിലും അവിടെ ഇവിടെയൊക്കെയുള്ള ആളുകളൊക്കെ കോടി 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 കോടിക്കാലം ജീവിക്കുമ്പോൾ വെറും 100 കൊല്ലം. നമ്മൾ പറയാറില്ലേ, ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ അയാളൊരു 100 രൂപ എടുത്ത് തന്നിരിക്കണു എനിക്ക്, കോടിക്കണക്കിന് പണം കയ്യിൽ വെച്ചിട്ട്. അപ്പോൾ എന്തൊരു പുച്ഛ ആ 100 രൂപ എന്നാ പറയണത്, 100 രൂപ എന്നല്ല. അപ്പോൾ ആ പുച്ഛം ദേഹത്തിൻ്റെ വാക്കിൽ കാണാം. വൈശ്രവണനെ പോലെ പണം സമ്പാദിച്ച് ഞാൻ എല്ലാവരെയും വെറുപ്പിച്ചു എന്നല്ലാണ്ട് എനിക്ക് എന്തിനാ ഇത്, നിർവേദശ്ച, മടുത്തു മടുത്തു മടുത്തു, അറച്ചു എനിക്ക് സോഹം കാലാവശേഷേണ. ഇനിയുള്ള സമയം ഞാൻ മാറ്റും എൻ്റെ സ്വഭാവം. ശോഷയിഷ്യങ്കം. എനിക്ക് വൈരാഗ്യം വേണം, എനിക്ക് ജ്ഞാനം വേണം, എനിക്ക് ഈശ്വരസേവ വേണം. അഖിലസ്വാർത്ഥേ, എൻ്റെ സ്വാർത്ഥത മുഴുവനും മാറ്റി യഥാർത്ഥത്തിൽ സ്വാർത്ഥം ഈശ്വരനെ സേവിക്കല. അതിന് സമയം കണ്ടെത്തണം, ഞാൻ തീരുമാനിച്ചു. ഉദ്ധവ ഇതും പറഞ്ഞു പാവം ഉന്മുച്ച ഹൃദയഗ്രന്ഥി ശാന്തോ ഭിക്ഷുരഭൂന്മുനി. ആദ്യം പറഞ്ഞല്ലോ, കത്തിക്കരിഞ്ഞ വീടിൻ്റെ അവിടുന്ന് ഒരു ഞെണുങ്ങിയ പാത്രവും ഒരു തീപ്പൊരികൾ വീണ് തുളയായ വസ്ത്രവും ഒരു വടിയും, കത്തിക്കരിഞ്ഞ വടിയുടെ അറ്റം അതും എടുത്ത് അദ്ദേഹം നടന്നു. കണ്ടാൽ ആളുകൾ കല്ലെറിഞ്ഞ് ഓടിക്കും. ദേ കള്ളൻ, കണ്ടില്ലേ, കള്ളവേഷം കെട്ടി വന്നിടും, പിച്ചക്കാരൻ്റെ വേഷം. അതവൻ്റെ മറ്റൊരടവാ. ഉള്ള പണം മുഴുവൻ സൂക്ഷിച്ചിട്ട് ആരും അറിയാതിരിക്കാൻ പെര കത്തിച്ചത് ഇവൻ തന്നെയാണ്. എന്നിട്ടിപ്പോൾ ഒക്കെ നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് ബാക്കിയുള്ള സമയം തെണ്ടി നടക്കാൻ അവൻ ഉദ്ദേശിക്കുക. സമ്മതിക്കരുത്, സമ്മതിക്കരുത്, എറിയ അവനെ കല്ലെടുത്ത്. കേചിത്രിവേണം ജഗൃഹു ഏകേ പാത്രം കമണ്ടലും പീഠം ചെയ്യുക അക്ഷസൂത്രം ച കന്ധാം ചീരാണി കേചന. ഔ ചിലർ വടി തട്ടിക്കൊണ്ടുപോയി, ചിലർ അദ്ദേഹത്തിൻ്റെ ആ കരിമ്പടം അതിർത്തുകൊണ്ടുപോയി, ചിലർ ഈ ഞെണുങ്ങിയ ഭിക്ഷാപാത്രം തട്ടിക്കൊണ്ടുപോയി. അതിലെന്തോ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഒരാളൊന്ന് മൂത്രമൊഴിച്ചു. മലമൂത്രങ്ങൾ മണൽ വാരി അതിലിടുക ഭക്ഷണം കഴിക്കുന്ന പാത്രത്തിൽ. ഇങ്ങനെ ഉപദ്രവിച്ചു കൊണ്ടേയിരുന്നു. മൂത്രയന്തിച്ച പാപിഷ്ഠ ക്ഷീവന്ത്യസ്യ മൃതി, കാർക്കിച്ച് തുപ്പ മുഖത്തും തലയിലുമൊക്കെ. ഇതൊക്കെ ഏറ്റിട്ടും എതിർക്കാൻ വയ്യാത്തതുകൊണ്ട് പാവം അദ്ദേഹം അതൊക്കെ സഹിച്ചു കിടന്നു. ആള് പറയാതില്ല, കള്ളൻ കണ്ടില്ലേ, നമ്മൾ ഇത്രയൊക്കെ കാണിച്ചിട്ടും അവനൊരു കൂസലുണ്ടോ നോക്കൂ, അവൻ അരുതേന്നൊരു വാക്ക് പറയണില്ല നമ്മളോട് എന്നൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുക. ബബന്ധു നിരുദ്ധു യഥാ ക്രീഡനകം. ഞാൻ ഇപ്പോൾ ഒരു സൂത്രം കാണിച്ചു തരാം. ഒരു വടി അവൻ്റെ, ഒരു പന്ത് അവൻ്റെ തലമുണ്ടക്കി കൊടുക്കുക, ഒറ്റയടി തല പൊട്ടണം, അങ്ങനെ എറിയ, നിലത്ത് തട്ടി ഉരുട്ടുക, ഫുട്ബോൾ തട്ടണ പോലെ. ഇതൊക്കെ ഏറ്റിട്ടും ഇവരുടെ മർദ്ദനങ്ങളൊക്കെ ഏറ്റിട്ടും തുപ്പിയിട്ടും ചവിട്ടിയിട്ടും ആ വടി മേടിച്ചുകൊണ്ട് വാടാ. വടി മേടിക്കാൻ പോകുമ്പോൾ നിന്റെ കരിമ്പടം മറ്റവനെടുത്തു, അത് മേടിച്ചുകൊണ്ട് വാ, കരിമ്പടം തരണം. ആദ്യം വടിയല്ലേ, വടി മേടിച്ചാൽ കരിമ്പടം തരാം. അവിടെ ചെന്നാൽ പറയും കരിമ്പടം മേടിച്ചാൽ വടി തരാം. നിന്റെ പാത്രം കൊണ്ടുപോകണു, ആ പാത്രം എടുത്തുകൊണ്ട് വാ, അത് രണ്ടും കൊണ്ടുവന്നാൽ ഇതൊക്കെ തരാം, ഒക്കെ ബുദ്ധിമുട്ടിക്കില്ല നിന്നെ. ഇങ്ങനെ പറഞ്ഞ് വട്ടം ചുറ്റിക്കുക, തുപ്പുക, ചവിട്ടുക, ഇടിക്കുക. അവിടെ കിടന്ന് ഉദ്ധവ ഇമാം ഗാഥാമഗായത. അദ്ദേഹം ഒരു പാട്ടുപാടി. അതിന് ഭഗവാൻ കൊടുത്ത പേരാണ് ശ്രുതിഗീത പോലെ, ഭഗവത്ഗീത പോലെ, പിന്നെ ഗോപീഗീത പോലെ, സാക്ഷാൽ നമ്മൾ പറഞ്ഞില്ലേ ഭീഷ്മരുടെ ഗീത പോലെ ഒക്കെ വില പിടിച്ചതായിത്തീർന്നു ഈ ഭിക്ഷുഗീതയും. എന്താ അദ്ദേഹം പറഞ്ഞത്? നായം ജനോ മേ സുഖദുഃഖഹേതു നദേവതാത്മാ ഗ്രഹകർമ്മകാലാഹ മനഃപരം കാരണമാമനന്തി സംസാരധർമ്മം പരികർത്തയേദ്യൽ. എന്നെ ഉപദ്രവിക്കുന്നത് എൻ്റെ പ്രാരബ്ധോ അല്ലെങ്കിൽ എൻ്റെ ദുഷിച്ച പെരുമാറ്റോ ഒന്നുമല്ല, എൻ്റെ മനസ്സാണ് എന്നെ ഉപദ്രവിക്കുന്നത്. അതുകൊണ്ട് മനഃപരിവർത്തനം വരുത്തുകയാണ് ഞാൻ ചെയ്യേണ്ടത്, അല്ലാണ്ട് പണം സമ്പാദിക്കലല്ല. എന്നെ ഉപദ്രവിക്കുന്നവരെ എന്താ നിങ്ങൾ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കണേന്ന് പഴിചാരലല്ല. അദ്ദേഹം ക്രമേണ പാട്ടുപാടാൻ തുടങ്ങി ഉദ്ധവ. ആ
ഭിക്ഷുവിൻ്റെ ഗീതം, ഭിക്ഷുഗീതം. നായം ജനോമേ സുഖദുഃഖഹേതു. ഈ ജനങ്ങൾ എൻ്റെ സുഖദുഃഖങ്ങൾക്ക് കാരണമാവുന്നില്ല. ദൈവാധീനക്കുറവ് എന്ന ആള് പറയും. ഒരു ദൈവാധീനക്കുറവുമില്ല. ഇവരെ ഉപദ്രവിക്കാൻ കാരണം എൻ്റെ മനസ്സിൻ്റെ പോരായ്മയാണ്, കഴിവുകേടാണ്. ഗ്രഹങ്ങളോ ഗ്രഹപ്പിഴ 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 എന്നാള് പറയും. ഒരു ഗ്രഹപ്പിഴയും ഇല്ല ഈ ലോകത്ത്. അതും മനസ്സിൻ്റെ തെറ്റായ ധാരണയാണ്. കർമ്മം, അവനത് അനുഭവിക്കണം, അതിനുള്ളത് അവൻ പണി ചെയ്തത്. അപ്പം ആ പണിയുടെ തിരിച്ചടി അത് ഇല്ല. അങ്ങനെയില്ല, പണിയുടെ തിരിച്ചടിയില്ല. ഗ്രഹങ്ങൾ പിഴച്ചിട്ട് അയ്യോ ശനി അവിടെ, ശനിപ്പിഴ ദേ ശുക്രൻ ഇപ്പുറത്ത്, ചൊവ്വാദോഷം, ഇങ്ങനെ അനവധി പറയും. ഇതൊന്നുമില്ല. ചൊവ്വാദോഷമില്ല, ശനിപ്പിഴയില്ല, ഗ്രഹപ്പിഴയില്ല. കാലം എന്താ ചെയ്യുക? വല്ലാത്ത വർഷക്കാലം, ചീത്തക്കാലം, നല്ല കാലം, ഇതൊന്നുമില്ല. ഒക്കെ മനസ്സുകൊണ്ട് കൽപ്പിച്ചുണ്ടാക്കിയതാണ്. മനപ്പരം കാരണമാമനന്തി സംസാരചക്രം പരിവർത്തയേദ്യൽ. ഈ പ്രപഞ്ചത്തിലെ സംസാരചക്രത്തെ മുഴുവനും പരിവർത്തനത്തിൽ കൊണ്ടുവന്ന് കാലചക്രത്തെ വിരലിലിട്ട് കറക്കി നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ജഗദീശ്വരൻ. ആ കാലചക്രത്തിൻ്റെ ഭ്രമവും എൻ്റെ മനസ്സിൻ്റെ പരിവർത്തനത്തിന് കാരണമാവണുണ്ടോ? അദ്ദേഹം ആലോചിച്ചു. എന്തിനാ നമ്മൾ കുറ്റം പറയേണ്ടത്? മനോ ഗുണാൻ വൈ സൃജതേ ബലീയ തതശ്ച കർമാണി വിലക്ഷണാനി ശുക്ലാനി കൃഷ്ണാന്യഥലോഹിതാനി തേഭ്യഃ സവർണാഃ ശ്രുതയോ ഭവന്തി. ഗുണങ്ങൾ, അതേപോലെ സാത്വിക ഗുണം, രജോ ഗുണം, തമോ ഗുണം, അതിനൊക്കെ ചില വർണ്ണങ്ങൾ, ഇങ്ങനെ ശുക്ലം കൃഷ്ണം ലോഹിതം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ അനായാസം നമ്മൾ മാറിക്കാണല്ലേ. ഇപ്പോൾ ഇവിടെയുള്ള നിറം മാറണമെങ്കിൽ അവിടെയുള്ള ബൾബുകളുടെ ചില മാറ്റം മതി, അല്ലേ? ഹായ്, ഇവിടേക്ക് നീല നിറം, ഇവിടേക്ക് മഞ്ഞ നിറം, ഇവിടേക്ക് ചുവപ്പ് നിറം. എങ്ങനെയും അങ്ങനെ അങ്ങോട്ട് മാറിയത്? അന്തരീക്ഷം മുഴുവൻ മാറി. ഏതോ ഒരു ബൾബ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയിട്ടതാ, അല്ലെങ്കിൽ ആ ബൾബുമ്മിൽ ഓരോ തരം കടലാസ് വെച്ചതാണ്, അല്ലേ? അതിൻ്റെ നിറം ഇവിടെ വന്നപ്പോൾ ഇവിടെ മുഴുവൻ നിറം മാറി, മുഴുവൻ ചുവപ്പായി, മുഴുവൻ നീലയായി എന്ന് പറയണമെന്നല്ലാതെ അതിന് ഒരു പ്രത്യേകത. അപ്പോൾ ഏതോ ഒരാൾക്ക് മനസ്സിലെങ്ങനെ തോന്നി, അതുകൊണ്ട് ആ മാറ്റം വരുത്താൻ സാധിച്ചു. അനീഹ ആത്മാവ്, മനസ്സ്, ശരീരം, ചിന്തകൾ, പ്രവൃത്തികൾ, ഇതൊന്നും തന്നെ നമ്മളെ മാനസികമായിട്ട് വലുതാവാൻ സമ്മതിക്കണില്ലല്ലോ. അതാണ് കാരണം. മാനസികമായിട്ട് ഉയർന്നാൽ ഇതൊന്നും നമ്മളെ ബാധിക്കണില്ല എന്ന് നമുക്ക് ചിന്തിക്കാറാവും. ജ്ഞാനം സ്വധർമ്മ നിയമ യമശ്ച ശ്രുതം ച കർമാണി ച സദ്ഭൃതാനി സർവേ മനോനിഗ്രഹലക്ഷണാന്താഃ പരോഹി യോഗോ മനസ്സമാധി. ഒന്നെനിക്ക് ബോധ്യമുണ്ട്. അദ്ദേഹം പറയണു, അവനവൻ്റെ മനസ്സിനെ അവനവൻ നിയന്ത്രിച്ചാൽ പരോഹി യോഗ, അതിലും വലിയ ഒരു യോഗം ഇല്ല. മനോനിയന്ത്രണമാവാത്തവന് ഒരു യോഗവും ഇല്ല. നമ്മൾ പറയാറില്ല അത് അവൻ്റെ യോഗം എന്ന്. ആ യോഗം എന്നുള്ള അർത്ഥമല്ല ഇവിടെ പറയണത്, അല്ലേ? അപ്പോൾ ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം, ഇങ്ങനെ തുടങ്ങിയ യോഗങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തപ്പെട്ടാണ് ഇവിടെ പറയണത് പരോഹി യോഗോ മനസ്സമാധി. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, യോഗം, സമാധി, അങ്ങനെ അഷ്ടാംഗ യോഗങ്ങളെക്കുറിച്ച് കപിലൻ പറഞ്ഞതുണ്ട്. അതൊന്നും നമ്മുടെ യോഗമാക്കി മാറ്റണില്ല. നേരെ വിപരീതാർത്ഥത്തിൽ പറയണ്ട, അവൻ്റെ ഒരു യോഗി, അവൻ്റെ ഇപ്പോൾ വലിയ പണക്കാരനായി, അങ്ങനെ അവൻ്റെ ഒരു യോഗി എന്താ കഴിഞ്ഞിരുന്നേ, അവൻ്റെ ഇപ്പോൾ തെണ്ടി തിരിഞ്ഞ് നടക്കണു. ഇങ്ങനെ
യോഗ ശബ്ദം അവനവന് അപ്പപ്പോൾ മനസ്സിന്, ശരീരത്തിന്, ചുറ്റുപാടിൽ ഒക്കെ ഉണ്ടാവുന്നതിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ പറയണു, യോഗം എന്ന് പറയണത് മനസ്സ് ഏകാഗ്രമാക്കലാണ്. അതില്ലാണ്ട് ഏത് യോഗം ശീലിച്ചിട്ടും കാര്യമില്ല. യമനിയമാസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി എന്നിങ്ങനെ 8 മാറി 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 ഉരുക്കഴിച്ചുകൊണ്ട് എന്ത് കേട്ടിട്ടുണ്ടോ? ഞാൻ ഇപ്പോൾ ധ്യാനം പതിവുണ്ട്, ഞാനിപ്പോൾ സമാധിയൊക്കെ അഭ്യസിച്ചു, ഞാൻ ഇപ്പോൾ തലകീഴായി നിൽക്കുക. ഇങ്ങനെ ഓരോന്നും നമ്മൾ കുക്കുടാസനം തുടങ്ങിയിട്ടുള്ളതൊക്കെ ആയിട്ടില്ലേ ആളുകൾ. അപ്പം മറ്റുള്ളവരെ ഭ്രമിപ്പിക്കാനായിട്ട് നമുക്കിതൊക്കെ ചിലത് താൽക്കാലികമായിട്ട് ചെയ്യാമെന്നല്ലാതെ അതൊന്നും മനസ്സിൻ്റെ പരമസമാധി എന്നുള്ള യോഗം ഉണ്ടാക്കി തരണില്ല. യോഗം കുറെ കാണിച്ചു, എന്നിട്ടോ മനസ്സമാധാനം പോയി, അതുകൊണ്ട് എന്ന് പറയണ മട്ടാവും. അപ്പോൾ അത് ശരിയായ ലക്ഷ്യത്തിലേക്ക് എത്തിക്കണില്ല. തീർച്ചയായില്ലേ? മനസ്സ് സമാധാനപ്പെട്ടുവെങ്കിൽ, മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിച്ചുവെങ്കിൽ ദാനാദിഭിശ്ചേൽ ഈ ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ കേമാണെന്നും പറഞ്ഞ് ചെയ്യണതിന് എന്താ അർത്ഥം? മനോവശേന്യേഷ്യഭവൻ സ്മദേവ മനശ്ചനാന്യസ്യ വശം സമേതി ഭീഷ്മോ ഹി ദേവ സഹസ സഹീയാൻ യുഞ്ജാദ്വശേതം സഹി ദേവദേവ. ഭീഷ്മര് ഒരുവിധം മനസ്സമാധാനം ഉണ്ടാക്കിയ വ്യക്തിയാണ്. എന്താ ഭീഷ്മരുടെ യോഗ്യത? അത് ഈ പിച്ചക്കാരൻ കേട്ടറിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഭാഗവതത്തിലെ ഭഗവാന്റെ ഭക്തന്മാരായ ഓരോരുത്തരുടെയും കഥകൾ പറയുമ്പോൾ ഭീഷ്മരുടെ യോഗ്യത നല്ലോണം പറയുന്നുണ്ട്. എന്താ അത്? അദ്ദേഹം പ്രഥമസ്കന്ധത്തിലെ 9-ാം അധ്യായം ആലോചിക്കുക. ധർമ്മപുത്ര മഹാരാജാവിന് നല്ല ഉപദേശങ്ങൾ കൊടുത്തു. എന്നിട്ടോ യുദ്ധക്കളത്തിൽ വീണ് കിടക്കുന്ന ആ ആളെ കാണാൻ ധർമ്മപുത്രൻ ഒടുവിൽ വന്നു. അവിടെ വേദന നല്ലോണമുണ്ട്. മേലാസകലം കുത്തിക്കോർത്ത ശരങ്ങളുടെ മീതെയാണ് ആ മുത്തശ്ശൻ കാരണം ഒരു കിടക്കുന്നത്. എന്താ അതിന് കാരണം? ഭീഷ്മർ അതിനെപ്പറ്റി ആവലാതിപ്പെട്ടിട്ടില്ല. കൃഷ്ണനെ ഒന്ന് കാണണം, എന്നിട്ടേ മരിക്കുള്ളൂ എന്ന് സ്വയം തീരുമാനിച്ചിരിക്കുക. അച്ഛൻ ശന്തനു അദ്ദേഹത്തിന് ഉണ്ണിക്ക് ഇഷ്ടമുള്ള സമയമായി എന്നോ ബോധ്യായ അപ്പം മരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പം ഏതാ ഇഷ്ടമുള്ള സമയം? കൃഷ്ണൻ വരിക, അവിടുത്തെ ഒന്ന് കാണുക, അവിടുത്തോട് തനിക്ക് പറയാനുള്ളതൊക്കെ പറയുക. ഭീഷ്മോഹി ദേവ സഹസഹീയാൻ. അങ്ങനെ നിയന്ത്രിച്ചു കിടന്ന ആ മഹാനുഭാവനാണ് നമ്മുടെ മനസ്സ് എന്നാലോചിക്കൂ. അപ്പം മനോനിയന്ത്രണത്തിന് ഉദാഹരണം ഭീഷ്മരെ കണ്ട് തൻ്റെ മനോനിയന്ത്രണം വിട്ടപ്പോൾ ധർമ്മപുത്രൻ ഉപദേശം തേടി ആ മനോനിയന്ത്രണം നഷ്ടപ്പെട്ടത് വീണ്ടെടുത്തു. ഭീഷ്മര് തൻ്റെ മനസ്സാകുന്ന പൈക്കുട്ടിയെ ഭഗവാന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. തൻ്റെ പ്രാണൻ, തൻ്റെ ജീവൻ, തൻ്റെ ശരീരത്തിൻ്റെ യോഗ്യത എന്തൊക്കെയുണ്ടോ അതൊക്കെ ഭഗവാനെ ഏൽപ്പിച്ചു കൊടുത്തത്. ഈ ശരീരത്തിലേക്ക് ഭീഷ്മര് മഹാഗംഗേമൻ ശിഷ്യനായ അല്ലെങ്കിൽ ഗുരുനാഥനായ പരശുരാമനെ പോലും ജയിച്ചവൻ. എന്തൊക്കെ കേമത്താ എനിക്കുണ്ടായിരുന്നത് കൃഷ്ണ. ഞാനിപ്പോൾ ഇവിടെ ഒരു തുള്ളി ശാന്തിക്ക് വേണ്ടി കാത്തിരിക്കുക. ഏതാ ശാന്തി? അതോ സദേവദേവോ ഭഗവാൻ പ്രതീക്ഷത കളേബരം യാവതിദം ഹിനോമ്യഹം. ഭഗവാൻ വേറൊരാളുടെ അടുത്തും മരണസമയത്ത് ഇതുപോലെ ചെന്ന് അടുത്തിരുന്ന് തൊട്ട് തലോടി നെറ്റിയിൽ കൈവച്ച് എന്താ മുത്തച്ഛന് വേണ്ടത് പറഞ്ഞോളൂ, ഞാനിവിടെ തന്നെ ഇരിക്കാം, മുത്തച്ഛൻ എണീറ്റ് പൊക്കോളൂ ഉണ്ണി എന്ന് പറയുന്നത് വരെ ഇവിടെ ഇരിക്കാം എന്നും പറഞ്ഞു വന്നിരിക്കുക ഭഗവാന്. ഭീഷ്മരുടെ ഒരു ഭാഗ്യം നോക്കൂ. ആ ഭീഷ്മര് എന്നുള്ള കഥാപാത്രം നമ്മുടെ മനസ്സാണെന്നൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ മനസ്സ് തളർന്നു കിടക്കുമ്പോൾ ഭഗവാൻ അടുത്തു വന്നിരിക്കണു. കളയബരം യാവതിദം ഹിനോമ്യഹം. ഞാൻ എൻ്റെ ശരീരം ഉപേക്ഷിച്ചോട്ടെ കൃഷ്ണ, അവിടുന്ന് എനിക്ക് പറഞ്ഞു തന്ന കടമകളൊക്കെ ഞാൻ വേണ്ട പോലെ ചെയ്തില്ലേ? ഇനിതാ ധർമ്മപുത്രക്ക് കൊടുക്കാനുള്ളതും കൂടി അങ്ങോട്ട് കൊടുത്താൽ ഇവിടത്തേക്ക് പോവാം, ഞാൻ കൊണ്ടുപോകാൻ വന്നതാണ്. പഴയ കാരണവന്മാർ ഇതുപോലെ
തൻ്റെ ആളുകളെ അടുത്ത് തിരിച്ച് തലയണയുടെ അടിയിൽ താക്കോലുണ്ട്, അതെടുത്ത് തുറന്നോ, ഞാൻ കുറേ സൂക്ഷിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഇനി നിനക്കുള്ളതാ എന്നും പറഞ്ഞ് അവിടെ ഏൽപ്പിച്ചു കൊടുക്കണ പോലെയാണ് ഭീഷ്മര് തൻ്റെ സൂക്ഷിപ്പിലുള്ള ഭഗവാനെക്കുറിച്ചുള്ള അറിവ് മുഴുവനും പ്രപഞ്ചത്തിൽ എന്തിനെക്കുറിച്ച് ചോദിച്ചോളൂ മറുപടി പറയാം എന്ന മട്ടിൽ കിടന്നത്. അതിനുള്ള സമയം മരിക്കാൻ കിടക്കുമ്പോൾ ഓരോ പ്രാണാപാന വ്യാനോദാന സമാനാദികളാകുന്ന വായു ഓരോന്നായിട്ട് ഭഗവാനിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പോകുമ്പോഴാണ് ഈ ഉപദേശം ഒന്ന് അദ്ദേഹത്തിന് സംശയമില്ല. ശരി, സമാധാനമായിട്ട് ശാന്തിപർവ്വത്തിൽ നോക്കിയവർക്കൊക്കെ അറിയാം. ഇതിനുദാഹരണമായി ചൊല്ലാറുണ്ട് ഈ പഴങ്കഥ, ഇതിനുദാഹരണമായി ചൊല്ലാറുണ്ട് ഈ പഴങ്കഥ എന്ന് പറഞ്ഞ് എത്രയെത്ര പഴങ്കഥകൾ, പുരാണകഥകൾ, മധുരമായ നിഗമകൽപ്പതരോർ ഗളിതം ഫലം ആയിട്ടുള്ള പഴം കഥകൾ അദ്ദേഹം ധർമ്മപുത്രർക്ക് പറഞ്ഞു കൊടുക്കണു. മഹാഭാരതം വായിച്ചവർക്കൊക്കെ അറിയാം ശാന്തിപർവ്വത്തിലെ ഭീഷ്മരുടെ ഇതിനുദാഹരണമായി ചൊല്ലാറുണ്ട് ഈ പഴങ്കഥ എന്നുള്ള ഉപദേശങ്ങൾ. ഏത് കഥ പറഞ്ഞാലും അതിൽ നിന്ന് വളരെ വലിയൊരു തത്വം അനായാസമായിട്ട് നമുക്ക് മനസ്സിലായി കാണും. അങ്ങനെ പറഞ്ഞു കൊടുത്ത അവസാനം ഞാൻ പൊക്കോട്ടെ ഭഗവാനെ, അവിടുത്തേക്ക് സന്തോഷമായില്ലേ, അവിടുത്തെ രാജസൂയത്തിലെ ആ ദിവ്യമായ മനോഹരമായ നമുക്കൊക്കെ കാണിച്ചു തന്ന കാഴ്ച ഇപ്പം ഞാൻ എന്താ കാണുന്നു. അതിനു മുൻപ് വൃന്ദാവനത്തിൽ വെച്ച് ഗോപിഗോപാലന്മാരുടെ നടുവിൽ അവിടുന്ന് വ്രജസുന്ദരിമാർക്ക് കൊതി തോന്നിക്കുന്ന മറ്റൊരു വേഷം കെട്ടി വന്ന് രാസലീലാ നൃത്തം ആടിയില്ലേ. നോക്കൂ, ഭീഷ്മര് രാസലീലാ നൃത്തവും രാജസൂയത്തിൽ പൂജ സ്വീകരിച്ച രംഗവുമാണ് ഒടുവില് സ്മരിച്ച് എന്നാ ഇനി കണ്ണടച്ചോട്ടെ എന്ന് ചോദിച്ച് കണ്ണ് വിളർത്തി കണ്ണടച്ച് സ്വന്തം ശ്വാസ ഉപാരമൽ അവസാന ശ്വാസം വരിച്ചത്. ഭാഗവതം ചോദിക്കണു, ഭീഷ്മോ ഹി ദേവ, ആ ഭീഷ്മര് എന്ന കഥാപാത്രം നമ്മുടെ മനസ്സാണ് എന്ന് ഇങ്ങോട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് ഗുരുവായൂരപ്പൻ്റെ പറഞ്ഞു കൊടുക്കുന്ന രീതി. ഇവിടെ പറയണത് ഏതോ ഒരു ആളുടെ കഥയായിട്ടാണ്, അല്ലേ? നമ്മൾ പറയണ പോലെ ഏതോ ഒരു പിച്ചക്കാരൻ്റെ കഥ, പിച്ചക്കാരൻ്റെ പാട്ട് ഇന്നുണ്ട്. പിച്ചക്കാരൻ്റെ പാട്ട് വലിയ ഇതേപോലെയുള്ള സ്റ്റേജിൽ 5, 6, 10 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ വന്ന് പാമ്പൂക്കളക്കൂ മാളമുണ്ട് എന്ന് പറഞ്ഞ് പാടും. അത് ഇത് വളരെ പ്രസിദ്ധമാണ്. പിച്ചക്കാരൻ്റെ പാട്ട് പാടാം, പിച്ചക്കാരൻ്റെ വേഷം കെട്ടി വരിക, പാട്ട് പാടുക, പോവുക, കൈയടിക്കുക, 1ാം സമ്മാനം പിച്ചക്കാരൻ്റെ പാട്ട് പാടി എന്നെ കുട്ടിക്ക് എന്ന് പറയുക, ഭിക്ഷുഗീതം. അങ്ങനെ ഒരു പിച്ചക്കാരൻ്റെ പാട്ട് പാടി നമുക്ക് ഭഗവാൻ പറഞ്ഞു തരണു. കാലം, ജനം, ആ ആള്, ഈ ആള്, ബന്ധുക്കള് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വേർതിരിക്കണത് മനസ്സിൻ്റെ വകതിരിവല്ല, വകതിരിവില്ലാത്ത പെരുമാറ്റമാണ്. ഇവിടെ ചോദിക്കണു, ജനസ്തുഹേതു സുഖദുഃഖിച്ച്, അവനാണ് എനിക്ക് ചെയ്തത്, ആ കാലമാണ് എന്നെ കുഴപ്പിച്ചത്, ആ കർമ്മമാണ് എന്നെ കുഴപ്പിച്ചത് എന്ന് പറയണതിന് പകരം ഒന്ന് സ്വയം ചിന്തിക്കൂ. അപ്പോൾ മനസ്സിലാവും ഇതൊക്കെ തെറ്റാണ്, മനസ്സാണ് എന്നെ കുഴപ്പിച്ചത് എന്ന് ഉത്തരം സ്വയം കണ്ടുപിടിക്കാം. ജനസ്തുഹേതു സുഖദുഃഖയോ ചേൽക്കിമാത്മന തത്ര ചാത്ര ഭൗമയോസ്ഥൽ ജിഹ്വാം കോച്ചിൽ സന്ദശതി സ്വദദ്ഭി തദ്വേദനായാം കഥമായ കുപ്പിയിൽ. ഭഗവാൻ പറയുന്ന തമാശ പോലെ, ഫലിതം പോലെയുള്ള വാക്കുകൾ. ഫലിതം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ആലോചിച്ച് നോക്കൂ. വേണ്ട ഫലം നൽകുന്നതായി ഫലിതം. തമാശയല്ല, വെറും നേരം പോക്കല്ല എന്നർത്ഥം. നമ്മൾ വിചാരിക്കുന്ന അർത്ഥമല്ല ഫലിതത്തിന്. അതിവിടെ വന്നു. എന്താ അത്? ഉണ്ണാനിരിക്കുമ്പോൾ ഓരോന്നോരോന്നായിട്ട് ഉളമ്പി വരുമ്പോൾ നമുക്കറിയാലോ ചിലരുടെ സ്വഭാവം. വറുത്തപ്പേരി ഉളമ്പി അതെടുത്ത് കഴിച്ചു, ശർക്കരപ്പേരി ഉളമ്പി അതെടുത്ത് കഴിച്ചു, പയറ് വറുത്തതുളമ്പി അതെടുത്ത് കഴിച്ചു, പിന്നെ കാളൻ ഓലൻ മെഴുക്ക് പുരട്ടി ഇതൊക്കെ അങ്ങനെ വിളമ്പണത് വാരിത്തില്ല. അവസാനം ഈ ആർത്തി പണ്ടം കണ്ടതൊക്കെ എടുത്ത് തിന്നിട്ട് ചോറ് കൊണ്ടുവരാനാകുമ്പോഴേക്കും അയാളോട് പറയാറാവും, ഒരിലയും കൂടി വേണം. ഞാൻ അതൊക്കെ വാരി തിന്ന് ഇലയൊക്കെ കീറി. ആലോചിച്ച് നോക്കും, ഇങ്ങനെയുണ്ടോ ഒരാർത്തി പണ്ടെന്ന് ബാക്കിയുള്ളവർക്ക് തോന്നിക്കുന്ന പോലെയാണ് നമ്മുടെ പലരുടെയും ഊണ്.
ശരി, ജിഹ്വാം ക്വചിൽ സന്ദസതി സ്വദദ്ഭി. ഈ ആർത്തിക്കാരന് ആദ്യം ഇല കൊടുത്തു, എല്ലാം വിളമ്പി, കാത്തിരുന്നു, മറ്റുള്ളവർ കാണിക്കണമൊക്കെ നോക്കി അയാൾ ക്ഷമിച്ചിരുന്നു. ഓ, അതിൻ്റെ ഇടയ്ക്കാണത്രേ സ്വദദ്ഭി ജിഹ്വാം സന്ദശതി. ഓ, അയാള് ഊണ് കഴിക്കുമ്പോൾ തൻ്റെ നാവുമ്മൽ തൻ്റെ പല്ലുകൊണ്ട് അങ്ങോട്ട് കടിച്ചു. വല്ലാണ്ട് അങ്ങോട്ട് വേദനയായി. ഔ, അപ്പോഴാത്രേ അവിടുന്ന് പാവം ഒരാൾ ഇത്തിരി വൈകിട്ടാണ് ഉപ്പിലിട്ടത് വേണോ, കടുമാങ്ങ അല്ലെങ്കിൽ നാരങ്ങാക്കറി എന്ന് പറയണത്. ദേഷ്യം വന്നിട്ട് അയാളോ അങ്ങോട്ട് ചുണ്ടിടുത്തു. താൻ്റെ ഉപ്പിലിട്ടത് ഇവിടെ വിഷമിച്ചിട്ട് വയ്യ, വേദനിച്ചിട്ട് വയ്യ. അത് ശരി, സ്വന്തം നാവ് കൊണ്ട് ഭഗവാൻ പറയണു തമാശ ഫലിതം. എന്താ? സ്വന്തം നാവ് കൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം പല്ല് സ്വന്തം നാവുമേ കടിച്ചതിന് വിളമ്പാൻ വരണ ആളോട് ചുണ്ടിയെടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ജിഹ്വാം കൊച്ചിൽ സംദശത്തി, നല്ല കടി കൊടുത്തു, ചോരങ്ങനെ വരുന്നുണ്ട്. തദ്വേദനായാം സ്വദദ്ഭി ജിഹ്വാം കൊച്ചിൽ സന്ദശതി. തദ്വേദനായാം കഥമായ കുപ്പിയിൽ അയാൾ ഉപ്പിലിട്ട് കൊണ്ടോടി. അപ്പോഴാണ് വേറൊരാൾ സാമ്പാർ വേണോ, ഉപ്പ് വേണോ, മുളക് വേണോ ചോദിക്കണവരോടൊക്കെ ഇയാൾ ചുണ്ടിയെടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇതുപോലെ നമ്മുടെ സ്വന്തം പ്രവൃത്തി കൊണ്ട്, ചിന്ത കൊണ്ട് കാലുഷ്യം വന്ന് സ്വയം വിഷമിക്കുമ്പോൾ അതിന് അയാളാണ്, ഇയാളാണ്, മറ്റയാളാണ്, മറിച്ചയാളാണ് കാരണം എന്ന് പറയണതിന് വല്ല അർത്ഥമുണ്ടോ? ഭാര്യയാണ് കാരണം, മക്കളാണ് കാരണം, ഏട്ടനാണ് കാരണം, അമ്മാമനാണ് കാരണം, ഇങ്ങനെ അനവധി നമ്മൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. അതുപോലെ അതാണ് കാരണം, ഇതാണ് കാരണം, ഇങ്ങനെയുണ്ട്. അല്ല, യദംഗം അംഗേന നിഹന്യതേ ക്വചിൽ ക്രുദ്ധേത കസ്മൈ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യും കാണിച്ച് പറയുമ്പോൾ, ഓ, കണ്ണു കൊണ്ടു, എന്ത് എൻ്റെ ചെറുവിരൽ, അത് ശരി, എൻ്റെ ചെറുവിരൽ എൻ്റെ കണ്ണ് കൊണ്ടതിന് ശുണ്ഠിയെടുത്തിട്ട് കാര്യമുണ്ടോ വേറെ വല്ലവരോടും? എൻ്റെ നാവല്ല എൻ്റെ പല്ല കൊണ്ട് കടിച്ചതിന് ശുണ്ഠിയെടുത്തിട്ട് കാര്യമുണ്ടോ? ചിലർ പറയും ഗ്രഹപ്പിഴാന്ന്. ഗ്രഹാനിമിത്തം അല്ല, ഗ്രഹേർ ഗ്രഹസ്യൈവ വദന്തി പീഡാം. ജ്യോത്സ്യന്മാരോട് പറയൂ. അപ്പോൾ അവർ പറയണു, ഇപ്പോൾ ശനിയുടെ കുറച്ചുണ്ട്, പക്ഷേ രാഹുവിൻ്റെ ഇതുണ്ട്. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണേന് നമുക്ക് അത്ര തകരാറ്. രാഹു പിഴച്ചത് കൊണ്ട്, ശനി പിഴച്ചത് കൊണ്ട്, ശുക്രൻ പിഴച്ചത് കൊണ്ട് ഇവിടെയുള്ള മനുഷ്യൻ ദുഃഖിക്കണമെന്ന് പറയണതിന് എന്ത് യുക്തി? ഭഗവാൻ ആ ശാസ്ത്രത്തെ കളിയാക്കലല്ല, നമ്മുടെ മനസ്സിന് സമാധാനമാവാൻ വേണ്ടി ഗുരുവായൂരപ്പൻ അത് തുറന്നു പറയാണ്, മനസ്സുകൊണ്ട് കൽപ്പിക്കുകയാണ്. ആര് പറഞ്ഞു ഇവരൊക്കെ അതാത് സ്ഥലങ്ങളിൽ അവരുടെ ജോലി നോക്കുമ്പോൾ നമുക്കതുകൊണ്ട് തകരാറുണ്ടെന്ന്? ജ്യോതിഷിമാർ പറഞ്ഞു, ഹോരാശാസ്ത്രത്തിന് അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ട് പേടിക്കുക. അതിൻ്റെയൊക്കെ പകരമായിട്ട് നമുക്ക് അതിന്നൊക്കെ രക്ഷപ്പെടാനുള്ള വഴിയുണ്ടെന്ന് പറഞ്ഞാൽ അതിനെ പിന്നാലെ പോയാൽ പോരെ. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പറയണു. നാഗ്നേർഹി താപ നഹിമസ്യ തൽസ്യാൽ കൃത്യതകസ്മൈ ന പരസ്യദ്വന്ദ്വം. തീയിൻ്റെ ചൂടും മഞ്ഞിൻ്റെ തണുപ്പും ഒക്കെ വ്യത്യാസമുണ്ട്. ഓരോ പാത്രത്തിൽ ഓരോ തരം വെള്ളം വെച്ച് നല്ല ഐസ് വെള്ളത്തിൽ കൈ മുക്കിയിട്ട് ഉടനെ തന്നെ ചൂട് അത്രയ്ക്കൊന്നുമില്ല, എന്നാലും തണുപ്പല്ല, അങ്ങനെയുള്ളൊരു തിരുക്കി മുറ്റിയാലോ കയ്യിന് കൂടുതൽ തോന്നിക്കും. അപ്പോൾ ഇതുപോലെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വെള്ളം പലതരത്തിൽ വെച്ച് അതിൽ വിരൽ മുക്കുമ്പോൾ ഫീലിംഗ്, വെള്ളത്തിന് മാറ്റമൊന്നും വരണില്ലെങ്കിലും നമ്മുടെ കയ്യിൽ നമുക്ക് മനസ്സുകൊണ്ട് തോന്നാം, ഇതിന് നല്ല ചൂടാണല്ലോ എന്ന് തോന്നിയത് ഐസിങ് പാത്രത്തിൽ കൈയിട്ടിട്ട് ഇതിലേക്ക് വെച്ചതുകൊണ്ടാണ്. അതില്ലാണ്ട് ഒന്ന് ഇതിലേക്ക് ആ ചൂടുവെള്ളത്തിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് വെക്കുമ്പോൾ ഇതിനിപ്പോൾ അത്ര ചൂടില്ല കേട്ടോ, നല്ല ചൂടുണ്ട് എന്ന് പറഞ്ഞതിന് അത്ര ചൂടില്ല കേട്ടോ എന്ന് പറയാറാവും. എങ്ങനെ? ഈ തരം പരീക്ഷണങ്ങൾ നമ്മൾ നടത്തുമ്പോൾ അതാണ് ശരിക്കും മനസ്സേ നീ നടത്തേണ്ടത്. ഏതാം സാസ്ഥായ പരാത്മനിഷ്ഠാം അധ്യാസിതാം പൂർവതമൈർമഹർഷിഭി അഹം തരിഷ്യാമി ദുരന്തഭാരം തമ മുകുന്ദാഘ്രിനിഷേവയൈവ. ഞാൻ തീർച്ചയായിട്ടും കാലം കർമ്മം പ്രവൃത്തി തുടങ്ങിയതിൻ്റെ പിന്നാലെ പോയി എൻ്റെ മനസ്സിനെ ദുഷിപ്പിക്കില്ല. എൻ്റെ മനസ്സിൻ്റെ ഉടമ ഭീഷ്മരുടെ ഉടമയായ സാക്ഷാൽ ഭഗവാനാണ്, മനഃശാന്തിയുടെ ആള്.
അവിടുത്തെ സേവിക്കുക തന്നെ ചെയ്യും. മുകുന്ദ അംഘ്രി ഭീഷ്മർക്ക് മുക്കുതി കൊടുക്കാനായിട്ട് തന്നെ വന്ന ഭഗവാൻ എൻ്റെ മനസ്സിൻ്റെ പീഠത്തിലും ഞാൻ തളർന്നു കിടക്കുമ്പോൾ എനിക്ക് പ്രോത്സാഹനം നൽകാൻ ഉണ്ടാവും. തീർച്ച ഞാൻ അവിടുത്തെ സേവിക്കട്ടെ, പണത്തിനെ ഞാൻ സേവിക്കില്ല, അനർത്ഥങ്ങളുടെ പിന്നാലെ ഞാൻ പോവില്ല. എനിക്ക് ഭാര്യയോ കുട്ടികളെയോ ബന്ധുക്കളെയോ നാട്ടുകാരോ വീട്ടുകാരോ എന്നെ അടിക്കണവരെയോ തുപ്പണവരെയോ ശ്രദ്ധിക്കേണ്ടതില്ല. എൻ്റെ മനസ്സേ, നിന്നോട് ഞാൻ പറയണു, നീ ഭഗവാനെ സേവിക്ക്. മനഃശാന്തിക്ക് ഒരേ ഒരു വഴി ഭഗവത് സേവ മാത്രം. മുകുന്ദാഘ്രി നിഷേവയേവ. മുകുന്ദൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. എന്താ അത്? മുകുന്ദോ മുക്തിന്ദാതി കരിഹിജിൽ സ്മന ഭക്തി യോഗം. അപ്പോൾ മുകുന്ദാഘ്രി നിഷേവ തുടർന്നാലോ, അപ്പോൾ ഭക്തി അവിടുന്ന് ഒടുവിൽ തരും. അപ്പോൾ മുകുന്ദന് വന്നും വേഗം മുക്തി കൊടുത്ത് നിന്നെ കൊണ്ടുള്ള ഉപദ്രവം എല്ലാവർക്കും തീർന്നോട്ടെ എന്ന് പറയാൻ എളുപ്പമുണ്ട്. അതല്ല, ഭക്തി യോഗം കൊടുക്കണം. അതിനുവേണ്ടി മുകുന്ദനെ ഞാൻ സേവിക്കും എന്ന് പറഞ്ഞ ഉദ്ധവ അകമ്പിതോ മുമ്മുനി. ആഹ ആഹ ആഹ. നമുക്ക് പറയാവുന്ന മലയാളത്തിലെ ശബ്ദമാണ് ആഹ. സംസ്കൃതത്തിലെ ശ്രീശുകൻ അത് ഉപയോഗിച്ചു. മുനിരാഹ ഗാഥ. അദ്ദേഹം സ്വയം മാനസിക പരിവർത്തനം വന്ന മുനിയായി. പാട്ട് നിർത്തി, നാമം ജപം തുടങ്ങി. മുകുന്ദാഘ്രി നേവ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് പാടി അദ്ദേഹം കണ്ടെത്തിയ തത്വം എന്താന്ന് ഒറ്റ വാക്ക് പറയട്ടെ. ഉദ്ധവ സുഖദുഃഖപ്രദോ നാന്യ പുരുഷസ്യ ആത്മവിഭ്രമ മിത്ര ഉദാസീന രിപവ സംസാര തമസകൃത. സംസാരത്തിൽ നമുക്ക് ഇതൊക്കെ മിത്രമാണ്, ഇതൊക്കെ രിപുവാണ്, ഇത് ശത്രുവാണ്, അത് എൻ്റെ ഫ്രണ്ടാണ്, ഇതെൻ്റെ കൂട്ടുകാരനാണ്, അയാളെന്നെ വലിയ സഹായിച്ച ആളാണ്, ഇയാളെന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ആളാണ് എന്നിങ്ങനെ വിഭ്രമമുണ്ടാക്കുന്ന ചിന്ത ഉള്ളിടത്തോളം കാലം നമുക്ക് ക്ഷോഭം വരും. അതിന് പകരം ഭഗവാനെ മയ്യാവേശിതയാ യുക്ത, ഭഗവാനിലേക്ക് ആവേശം വന്ന യോഗം ശീലിക്കുക എന്ന ഭിക്ഷുഗീത. ഏതാം ഭിക്ഷുണാഗീതാം ബ്രഹ്മനിഷ്ഠാം സമാഹിത ധാരയൻ ശ്രാവയൻ ശൃണ്വൻ ദ്വന്ദ്വൈർനൈവാഭിഭൂയത്തെ. ഭിക്ഷുഗീത നമുക്കൊക്കെ എന്നെന്നും പരിവർത്തനത്തിന്, മനപരിവർത്തനത്തിന്, ഒരു വാക്കും കൂടി മനഃശാന്തിക്ക്, ഗുരുവായൂരപ്പൻ്റെ പാദഭക്തിക്ക് ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ വാക്കുകൾ ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു.